ഇന്നലെ എറണാകുളത്തു നിന്ന് ഞാൻ വന്നപ്പോൾ രാത്രി 2 മണിയായി. ഇന്ന് 2 സഭായോഗം നടത്തിയിട്ട് 3ാമത്തെ ശുശ്രൂഷയാണ്. അതുകൊണ്ട് ആ ശബ്ദം എനിക്കൂടെ ഒന്ന് തരികയാണെങ്കിൽ നമുക്ക് പ്രസംഗകരെയും പാട്ടുകാരുടെ കൂടെ തന്നെ തുല്യമായിട്ട് മൈസെറ്റുകാർ കാണണമെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ഞങ്ങളൊരു 2ാം കിടക്കാരും അവർ 1ാം കിടക്കാരുമായിട്ട് ആരും കാണല്. ഞങ്ങളെല്ലാം ഒന്നിച്ച് ശുശ്രൂഷ ചെയ്യുകയാണ്. സന്തോഷമാണല്ലോ അല്ലേ? അതെ 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 അതെ. ഞാനെന്നും ഈ മൈക്കിൻ്റെ അടുക്കലായതുകൊണ്ടാണ് ഇത് പറയുന്നത് കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? മോനെ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, മോനെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിത്യതയെ പോകാൻ ഏറെ സാധ്യത അവർക്കാണ്. കാരണം എല്ലാ ദിവസവും രക്ഷയുടെ ദൂത് കേൾക്കുന്ന അവരാണ്. അതുകൊണ്ട് അവർക്ക് കുഴപ്പം വരല്ലേ. നമ്മുടെ കുമ്പനാട് ഇന്നത്തെ സംവിധാനമൊക്കെ ആകുന്നതിന് മുമ്പ് ആ മാവ് നിൽക്കുന്നതിൻ്റെ മുന്നേ ഒരു ചെറിയ കിണറുണ്ടായിരുന്നതാണ് എൻ്റെ അറിവാണ്. ഞാൻ കണ്ടിട്ടില്ല. എന്നോട് ഇറങ്ങി വരുമ്പോൾ വഴക്കുണ്ടാക്കരുത്. സ്തോത്രം. എൻ്റെ അറിവാണ്. അപ്പോൾ അന്ന് ഒരു ജോസഫ് സഹോദരനുണ്ടായിരുന്നു. ജോസഫ് സഹോദരൻ. അപ്പോൾ ഈ കിണറിന് അന്ന് ഈ മുകളിലോട്ടുള്ള കെട്ട് കെട്ടിയിട്ടില്ല. ഭൂമി ലെവലിൽ കിടക്കുന്ന കിണറാണ്. അപ്പോൾ എല്ലാ വർഷവും കൊന്നപ്പത്തൽ കൊണ്ട് അതിന് ചുറ്റും വേലി കെട്ടും. എന്നിട്ട് വരുന്നവർ കിണറ്റി വീഴാതിരിക്കാൻ ഈ കൊതുമ്പും ചൂട്ടും കൂടെ, കൊതുമ്പും ചൂട്ടും എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ? കൊതുമ്പും ചൂട്ടും വെച്ച് കെട്ടിയ ഒരു ചൂട്ടുകെട്ടിയുണ്ട്. അതിങ്ങനെ വീശി പുള്ളി കാണിച്ചോടെ ഇതിലേ പോകാൻ പറഞ്ഞ് എല്ലാവരെയും പറഞ്ഞു വിടും. അങ്ങനെ പറഞ്ഞു വിട്ട് എല്ലാവരും പന്തലിൽ ചെല്ലും. ഇതൊരു 7 ദിവസം തുടരുക. ഞായറാഴ്ച രാത്രി തുടങ്ങിയാൽ പിറ്റേ ഞായറാഴ്ച വരെ തുടരുക. അപ്പോൾ ഈ രാത്രി എല്ലാവരെയും അങ്ങോട്ടും വിട്ട് ഇങ്ങോട്ടും വിട്ട് പുള്ളി ക്ഷീണിച്ചടക്കി എപ്പോഴോ ഈ കിണറിനകത്ത് വീണെന്നാണ് പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, വീണെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരെയും പുള്ളി വീഴാതെ അക്കരെ കടത്തിയെങ്കിലും പുള്ളി അവസാനം. അതുകൊണ്ട് നമുക്ക് ഈ കേൾക്കുന്നവർ വീണ് പോകല്ലേ. അതാ ഇവിടെ ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്നത്. എല്ലാവരെയും വഴി കാട്ടിയിട്ട് അവസാനം നമ്മൾ കിണറ്റി പോകാൻ. പക്ഷെ പുള്ളി ഭയങ്കര പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. എൻ്റെ അറിവ് അദ്ദേഹത്തെ ഒരു ഭയങ്കര കൺവെൻഷന് പോകാൻ വേണ്ടി KA പ്രസാദ് സാർ, ഉണ്ണുണ്ണി സാർ ഒരുങ്ങി ഇറങ്ങുമ്പോൾ ആകാശം മൊത്തം കാർമേഘം കൊണ്ട് നിറഞ്ഞ് ഭയങ്കര കാറ്റും മഴയും ഇടിയും കൊല്ലിയാനും വരുന്ന കണ്ടപ്പോൾ പറഞ്ഞു, ജോസഫ് ബ്രദറെ ഞാൻ കൺവെൻഷന് പോവാണ് എന്ന് പറഞ്ഞു സാർ ദൂതൊരുക്കിക്കോ, മഴയുടെ കാര്യമൊക്കെ ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. ഹലോ, സാറ് ദൂതൊരുക്കിക്കോ, മഴയുടെ കാര്യം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന പഴയ ശക്തരായ ദൈവദാസന്മാരുണ്ടായിരുന്നു. പ്രാർത്ഥനാധ്വനിയിലും അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെഴുന്നേൽക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. വായിച്ച വാക്യം വളരെ ശ്രദ്ധേയമാണ്. നമ്മുടെ കർത്താവിൻ്റെ വിടവാങ്ങൽ ശുശ്രൂഷയാണ്. യാത്ര ചോദിച്ച് പിരിയാൻ പോവുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം ഇതര സുവിശേഷങ്ങളെ കാട്ടി വളരെ വ്യത്യസ്തമാണ്. നല്ല സൗണ്ടാണ്. ഓക്കെ മോനെ, ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ വ്യത്യസ്തമാണ്. മറ്റുള്ള സുവിശേഷരൊക്കെ യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവി ഉൾപ്പെടെ വിശദമായി എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ യോഹന്നാൻ യേശുക്രിസ്തുവിനെ 30ാമത്തെ വയസ്സ് മുതലുള്ള 3.5 വർഷത്തെ കാര്യം മാത്രമേ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളൂ. 879 വാക്യങ്ങളുള്ള 21 അധ്യായത്തിൽ യോർദാൻ്റെ കരയിൽ പ്രസംഗിക്കുന്ന യോഹന്നാൻ്റെ അടുക്കലേക്ക് നടന്നു വരുന്ന, ലോകത്തിൻ്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ് യോഹന്നാൻ പരിചയപ്പെടുത്തുന്നത് മുതലാണ് ഈ പുസ്തകം എഴുതി തുടങ്ങിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം അതിനു മുമ്പുള്ള കന്യകാജനനമോ, ബേത്ലഹേമിൽ പിറന്നതോ, കാലിത്തൊഴുതി കിടത്തിയതോ, ഹേരോദ് അവനെ പേടിച്ച് മിസ്രൈമിലോട്ട് ഇറങ്ങിപ്പോയതോ, അയാൾ മരിച്ചപ്പോൾ തിരിച്ച് നസറേത്തിൽ വന്നതോ, അങ്ങനെ നസറായൻ എന്ന പേര് കിട്ടിയതോ, 12ാം വയസ്സ് ദേവാലയത്തിൽ പോയതോ, അപ്പനും അമ്മയും കാണാഞ്ഞുകൊണ്ട് 3 ദിവസം തിരക്കിപ്പോയതോ, ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഈ പുസ്തകത്തിനകത്ത് ഇല്ല. മറ്റ് 3 പേര് എഴുതിയ അത്ഭുതങ്ങളിൽ ഒരത്ഭുതം പോലും യോഹന്നാൻ എഴുതിയില്ല. യോഹന്നാൻ ഞാൻ എഴുതുന്ന യേശു സാക്ഷാൽ ദൈവമാണെന്ന് തൻ്റെ ശ്രോതാക്കൾ വായനക്കാർക്ക് ബോധ്യപ്പെടാൻ ചില അടയാളങ്ങൾ മാത്രമേ യോഹന്നാൻ എഴുതിയുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് അബദ്ധം പറ്റിയല്ല, എൻ്റെ യേശു ചെയ്ത അത്ഭുതം എല്ലാം കൂടെ എഴുതണം. ഈ ആകാശം മൊത്തം പേപ്പറാക്കി ഈ കടലിൽ മൊത്തം മഷിയായാലും എഴുതി തീർക്കാൻ ഒക്കത്തില്ല. പക്ഷെ എൻ്റെ ലക്ഷ്യം അതല്ലായിരുന്നു. എൻ്റെ ലക്ഷ്യം യേശു സാക്ഷാൽ
ദൈവമാണെന്ന് വായിക്കുന്നവർ ഗ്രഹിക്കണം. ഒരല്ലെ പറഞ്ഞേ. എന്നിട്ട് ആ ദൈവത്തിൻ്റെ പുരാതനത്തെ എന്താ തുടങ്ങുകയാണ്. ധന്യനായ എഴുത്തുകാരൻ മോശ എഴുതിയപ്പോൾ ആ ദൈവം ആദിയിൽ ആകാശവും എന്ന് പറയുന്നത് സൃഷ്ടിപ്പിൻ്റെ ആദി തൊട്ടേ മോശയ്ക്ക് വെളിപ്പെട്ടു. പിന്നെ 40 വർഷം കഴിഞ്ഞ് ചേട്ടൻ മരിച്ചപ്പോൾ കുറച്ചുകൂടെ വെളിപ്പാട് കിട്ടി. അന്നേരം അദ്ദേഹം എഴുതി, അവൻ ഭൂമിയും ഭൂമണ്ഡലങ്ങളും ഉണ്ടാകുന്നതിന് മുന്നവേ, പർവ്വതങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുന്നവേ അനാദിയായും, അത് പുള്ളി ഗ്രഹിക്കാൻ വേണ്ടി ഒരു 40 വർഷം കൂടെ മുൻപോട്ട് പോകേണ്ടി വന്നു. ഒരല്ലേ പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്. പക്ഷെ യോഹന്നാൻ പറയുകയാണ്, ഒരു തന്മാത്രയെങ്കിലും ഉണ്ടാകുന്നതിന് മുമ്പേ, ദൃശ്യമായതാകട്ടെ അദൃശ്യമായതാകട്ടെ എന്തെങ്കിലും ഒന്നുണ്ടാകുന്നതിന് മുമ്പേ യേശു ഉണ്ട്. അവനാദിയിൽ വചനമായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ആ വചനം ജഡമെടുത്തു നമ്മുടെ ഇടയിൽ പാർത്ത യേശുവാണെന്നാണ് എഴുതി തുറന്ന് പറഞ്ഞാൽ, മോശയ്ക്കൊക്കെ വെളിപ്പെട്ടതിനൊക്കെ ഒത്തിരി അജഗജാന്തര വർഷങ്ങൾക്ക് പുറകിലാണ് യോഹന്നാന് വെളിപ്പെട്ടത്. എന്നിട്ട് യോഹന്നാൻ പറഞ്ഞു, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല. ഒരു ഹല്ലേലൂയ പറയണം. ഇന്ന് രാത്രി ഞാൻ അവനെക്കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ അവൻ ഇന്ന് രാത്രി ഉളവാക്കുന്നവനാ. നിന്നിൽ എന്തില്ലെന്ന് പിശാച് പറഞ്ഞോ, നിന്റെ കുടുംബത്തിൽ എന്തില്ലെന്ന് പറഞ്ഞോ, അതൊക്കെ ഇന്ന് രാത്രി വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ നിന്നിൽ ഉളവാക്കാൻ കഴിവുള്ള ഒരുവൻ ഈ പന്തൽ എഴുന്നള്ളി വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ അവരെ കരമടിച്ച് ദൈവത്തെ ആരാധിക്കണം. നിന്റെ കൂടാരത്തിൽ നീ ഇരിക്കുമ്പോഴാണെങ്കിലും നിന്നിൽ ശൂന്യമാക്കപ്പെട്ട ചിലതിനെ ഉളവാക്കാൻ കഴിവുള്ള ദൈവം. ഹല്ലേലൂയ. അപ്പൊ ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ കർത്താവിൻ്റെ 3.5 വർഷത്തെ ഐഹിക ജീവിത കാലത്തിലെ ഒരു 12 ദിവസത്തെ കാര്യം മാത്രം എടുത്തെഴുതിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ബാക്കി 13 മുതൽ 21 വരെയുള്ള അധ്യായങ്ങൾ യേശുവിൻ്റെ ക്രൂശീകരണത്തോട് ബന്ധപ്പെട്ടാണ് എഴുതിയേക്കുന്നത്. അപ്പം മൊത്തം അധ്യായങ്ങളുടെ 1/3 കൂടുതൽ അധ്യായങ്ങൾ യോഹന്നാൻ പ്രാധാന്യം കൊടുത്തത് വെള്ളത്തിൻ്റെ മേളിൽ നടന്നതോ, അപ്പം കൊടുത്ത് വിശപ്പ് മാറ്റിയതോ, 38 വർഷക്കാരനെ സൗഖ്യമാക്കിയതിനേക്കാളൊക്കെ പ്രാധാന്യം കൊടുത്ത വിഷയം നമുക്ക് വേണ്ടി അവൻ എന്ത് ചെയ്തെന്നുള്ളത്. ഒരല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പൊ ഏറ്റവും പ്രാധാന്യം യോഹന്നാൻ കൊടുത്തത് ക്രൂശിനാണ്, കാൽവറിക്കാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് ഇന്ന് രാത്രിയിലും ആ കാൽവറി ഇവിടെ ഉയരപ്പെടണം. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട് നമ്മെ ഈ നിലയിലേക്ക് ഉയർത്തി കൊണ്ടുവന്നത് ആ കാൽവറിയിലെ സ്നേഹമാണെന്ന് ഉറപ്പുള്ളവര് നന്ദിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. അപ്പൊ യോഹന്നാൻ ഏറെ പ്രാധാന്യം കൊടുത്തത്. അപ്പൊ ഈ 13-ാം അധ്യായം ഇവിടെ ദൈവദാസൻ പ്രസംഗിച്ച പെസഹായുടെ ആചരണം. പെസഹ ആചരിച്ച് വസ്ത്രം അഴിച്ചു വെച്ച് തോർത്തറിയിൽ ചുറ്റി ഒറ്റിക്കൊടുക്കാൻ പോകുന്നതിൻ്റെ ഉൾപ്പെടെ എല്ലാവരുടെയും കാലെന്ത് ചെയ്തു? കഴുകി. കാല് കഴുകി കഴിഞ്ഞിട്ട് കർത്താവ് വിടവാങ്ങൽ പ്രസംഗം നടത്തി. ഇനിയും നിങ്ങളുടെ കൂടെ ഞാൻ ഈ അത്താഴം കഴിക്കത്തില്ല, ഞാൻ ഈ ലോകം വിട്ടു പോകുന്നു. നിങ്ങൾ പിന്നെ എന്നെ അന്വേഷിക്കും, പക്ഷെ നിങ്ങൾ എന്നെ കാണുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ മടങ്ങി വന്ന് നിങ്ങളുടെ കൂടെ ഇനിയും ഈ അത്താഴം കഴിക്കുന്നത് വരെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വിടവാങ്ങൽ കേട്ടപ്പോൾ പത്രോസിന് ഭയങ്കര പ്രയാസമായി. പുള്ളി എല്ലാത്തിനും കയറി വിലങ്ങ് വെക്കുന്ന ആൾ. അങ്ങനെ ആളുകൾ ഇന്നും ഉണ്ട് സഭയ്ക്കകത്ത്. അവരെ കൊണ്ട് പാസ്റ്റർമാരൊക്കെ പൊറുതിമുട്ടുക, കൈപൊക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. നമ്മുടെ വിഷയം അതല്ലല്ലോ. ഒരല്ലേ പറഞ്ഞ് എല്ലാത്തിനും കയറി ഉടക്ക് വെക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ പത്രോസ് പറഞ്ഞു, എൻ്റെ കാല് നീ കഴുകണ്ട. എൻ്റെ കാല് എന്നാൽ പിന്നെ ആദ്യം നീ ഞാൻ കഴുകത്തില്ലായിരുന്നു. ഈ പെസഹ ആണോ ആദ്യം ഒരുക്കിയത്, വെള്ളമാണോ ആദ്യം വന്നേ? ഹലോ, വെള്ളമാണ് വന്നേ? ഇവന്മാര് ഞാൻ ചോദിച്ചു, കർത്താവേ ഇതാണ് എല്ലാവരും പെസഹ കഴിക്കുക, നമുക്ക് മാത്രം പെസഹ ഒരുക്കാൻ വീടില്ല. എപ്പോൾ ചോദിച്ചാലും പറയും പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക്
മനുഷ്യപുത്രൻ തല ചായ്ക്കാൻ. അത് കേട്ട് 3.5 വർഷമായി ഞങ്ങൾ തലപെരുത്തിരിക്കുക. ഈ വർഷമേലും ഒരു വീട്ടിൽ പെസക കഴിക്കാൻ ഒക്കുമോ? ന്യായമായ ചോദ്യം. ഈ വർഷമെങ്കിലും ഒരു വീട്ടിൽ പെസക കഴിക്കാൻ ഒക്കുമോ? കർത്താവ് പറഞ്ഞു, നിങ്ങൾ പട്ടണത്തിൽ ചെല്ലണം. പട്ടണത്തിൽ ചെല്ലുമ്പോൾ ഒരു കുടം വെള്ളവുമായിട്ടൊരു മനുഷ്യൻ എതിർപ്പെടും. അന്ന് ഈ നാവിഗേറ്റർ സിസ്റ്റം ഇല്ല, ഗൂഗിൾ മാപ്പില്ല. അന്നത്തെ ഗൂഗിൾ മാപ്പാണ്. പട്ടണത്തിൽ ഒരു മനുഷ്യൻ വെള്ളവുമായി എതിർപ്പെടും. അവൻ്റെ പുറകെ പൊക്കോണം, വഴികാട്ടിയ. അവൻ ചെന്ന് വലിയൊരു വീട്ടിൽ കയറും. അവൻ്റെ പുറകെ വീട്ടിൽ കയറിക്കോ. അവനോട് ഫോൺ നമ്പർ മേടിക്കാനൊന്നും പോയേക്കല്ല. ഹലോ, പ്രൈസ് ദി ലോർഡ്. അതിനായിട്ട് വരുന്ന കുറച്ച് പേരുണ്ട്. ഇറങ്ങി കഴിയുമ്പോൾ പാസ്വേഡ് നമ്പർ വേണമെന്നും പറയും. പിന്നെ വിവരമുള്ള പാസ്വേഡ്മാർ കൊടുക്കത്തില്ല. അവർ പറയും പാസ്വേഡ് മേടിച്ചോളാൻ പറയും. അവരല്ലേ പറഞ്ഞേ. എന്നിട്ട് അവനൊരു വഴികാട്ടി എന്നുള്ള അവൻ്റെ നമ്പറും മേടിച്ച് അവൻ്റെ പുറകെ പോയി രാത്രി അവനോട് വിളിക്കേണ്ട കാര്യം നിനക്കെന്തുവാ? അവൻ വന്നിട്ട് പോട്ടെ. അപ്പോൾ വഴികാട്ടി അവിടെ ചെന്ന് വീട്ടിൽ കയറി. ഉടനെ വീട്ടുടയവൻ ഇറങ്ങി വരും. വീട്ടുടയവൻ പിന്നെ ഇവനെ കാണത്തില്ല. ആരെ? വെള്ളം കൊണ്ടുവന്നവനെ പിന്നെ കാണത്തില്ല. വീട്ടുടയവനോട് ചോദിക്കണം, ഞങ്ങൾ ഗുരുവുമായിട്ട് എവിടെ പെസക ഒരുക്കണ്ടി? അപ്പം അവൻ നിങ്ങളെ അപ്പർ റൂമിൽ കൊണ്ടുപോകും. വിരിച്ച് ഒരുക്കിയ ഒരു മാളിക മുറി കാണിക്കും. ചോദ്യം ഇപ്പോൾ ഉണ്ടായതാണ്, എവിടെ ഒരുക്കുമെന്ന്. ഇവൻ ചോദിക്കുന്നതിന് മുമ്പേ ഒരുക്കിയിട്ടേക്കുക. ഒരു ദൂതങ്ങ് പറഞ്ഞു വിടാം, നിന്റെ പല ചോദ്യങ്ങളുടെ മറുപടി നീ കർത്താവിനോടാണ് ചോദിക്കുന്നതെങ്കിൽ നീ ചോദിക്കും മുമ്പേ മറുപടി ഇന്ന് രാത്രി വിരിച്ചൊരുക്കിയിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ അവരെ കരം നല്ലപോലെ അടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിക്കണം. മറുപടിയില്ലാത്ത നിരവധി ചോദ്യങ്ങൾക്ക് മറുപടി ഒരുക്കി വച്ചേക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ വിരിച്ചൊരുക്കിയ മാളിക മുറി അവിടെ ഒരുക്കണം. അതാ ഇപ്പൊ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഒരുക്കിയിടത്ത് വീണ്ടും ഒരുക്കണം. സന്തോഷമാണോ? പ്രൈസ്. കർത്താവ് വന്നു, പെസക എല്ലാം റെഡിയായി, കഴിക്കാനിരുന്നു. ഇരിക്കുമ്പോൾ വെള്ളം നേരത്തെ കൊണ്ട് വെച്ചേക്കുക. ആര്? ഈ പട്ടണത്തിൽ വന്ന വഴികാട്ടി വെള്ളം കൊണ്ട് വെച്ചേക്കനി. വെള്ളമില്ലാന്നൊരു പ്രശ്നം വേണ്ട. പ്രൈസലോ. പക്ഷെ കഴുകാൻ ആളില്ല. ഞങ്ങളിൽ ആരാ മുഴുത്തോടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക? ഹലോ, പ്രസിഡൻ്റാണോ, വൈസ് പ്രസിഡൻ്റാണോ, സൂപ്രണ്ടാണോ, ഡയറക്ടറാണോ, സെൻറ്ററാണോ, ലോക്കലാണോ, ആരാ മുഴുത്തെന്ന് പറഞ്ഞ് ഇവർ 12 കൊണ്ടിരിക്കുക. അത് മിണ്ടുന്നില്ല. എടാ, ഒരു നത്തോലി മലയ്ക്കകത്ത് കയറാതെ വലയം കഴുകി മെനക്കെട്ട് നിന്നവൻ്റെ പടകം നിറച്ച് മാന്യനാക്കി മനുഷ്യനെ പിടിക്കുന്നവനെ ആക്കിയവനൊക്കെ ഇപ്പം കുനിയാൻ വയ്യ. എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? പ്രൈസ് ദി ലോർഡ്. നല്ല അല്ലരിയെ പറയണം. ഇപ്പം ഇവരുടെ ധാരണ യേശുവിനെ കാട്ടി ഏതാണ്ട് വലിയ ആളുകളാണ്. കർത്താവ് നോക്കി പത്രോസ് കഴുകുമോ, അന്ത്രയോസ് കഴുകുമോ, യോഹന്നാൻ കഴുകുമോ, യാക്കോബ് ആരും കഴുകുന്നത് കണ്ടപ്പോൾ കർത്താവ് കഴുകണമല്ലോ. നമ്മൾ ചെയ്തില്ലെങ്കിൽ കർത്താവ് ചെയ്യും കേട്ടോ. സ്തോത്രം പറയണം. നിനക്ക് വേണ്ടി ഒരു അല്പസമയം വെയിറ്റ് ചെയ്യും. നീ ഒരു ട്രാക്റ്റ് കൊടുക്കുന്നു, നീ ഒരു സുവിശേഷം പറയുന്നു, നീ ഒരാളിനോട് യേശുവിനെ എന്നൊക്കെ അറിയാൻ വെയിറ്റ് ചെയ്യും. ചെയ്തില്ലെങ്കിൽ സുവിശേഷ വേല നിൽക്കത്തൊന്നുമില്ല. ഹല്ലേലൂയ. നീ ഉഴപ്പിയാലും യേശു ഉഴപ്പത്തില്ല. നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഉലകം മൊത്തം കൂടെ ഉഴപ്പിയാലും എൻ്റെ യേശു ഉഴപ്പത്തില്ല. അവൻ ഇന്ന് രാത്രിയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. സന്തോഷമുള്ള ഒരു ദൈവത്തെ സ്തുതിച്ചേ. യേശു എഴുന്നേറ്റു. യേശു പന്തിയിൽ നിന്ന് എഴുന്നേറ്റു. അവൻ ധരിച്ചേക്കുന്ന നിലയെങ്കിൽ തുന്നലില്ലാത്ത വസ്ത്രം, പടയാളികൾ ചീട്ടിട്ടെടുക്കുന്ന വസ്ത്രം, സ്വർഗത്തേക്കാൾ ഉന്നതൻ, ഭൂരാജാക്കന്മാരിൽ അധിപതി, താൻ മാത്രം അമർത്തതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. ഹോ ഹല്ലേലൂയ. തേജസ്സിന്റെ പ്രഭ, തത്വത്തിന്റെ മുദ്ര, ദൂതന്മാരുടെ ആരാധ്യൻ. വസ്ത്രമഴിച്ചു വെച്ചു, ഒരു തോർത്തെടുത്ത് തലയിൽ ചുറ്റി. ഈ മുക്കുവന്മാരുടെ ഉൾപ്പെടെ കാല് കഴുകി വന്നപ്പോഴാണ് പത്രോസിന് അല്പം ബോധം വന്നത്.
പുള്ളി പറഞ്ഞു എൻ്റെ കാല്. കർത്താവ് പറഞ്ഞു ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ പങ്കുമില്ല. ഉടനെ പുള്ളി പറഞ്ഞു തലയും കാലും മൊത്തം കഴുകിക്കോളാൻ പറഞ്ഞു. ഒരു നല്ല മനുഷ്യൻ കൂടാ കേട്ടോ. വരലി പറഞ്ഞ് പങ്കും ഓഹരിയില്ലെന്ന് പറഞ്ഞ് എന്നെ മൊത്തം അങ്ങ് ഒരു മുഴുവൻ കഴുകലിനുള്ള കൊതി പുള്ളിക്കുണ്ടല്ലോ. ഇന്ന് രാത്രി എത്ര പേരുണ്ട് പ്രാർത്ഥനാധ്വനിയുടെ കൺവെൻഷനിൽ കർത്താവേ ഒരു മുഴുവൻ കഴുകലിന് വേണ്ടി എന്നെ ഏൽപ്പിക്കാമെന്ന് താല്പര്യമുള്ള ദൈവത്തെ ഒന്ന് ശ്വസിച്ചേ. ഹല്ലേലൂയ. ആ മനുഷ്യൻ ഒരു മുഴുവൻ കഴുകലിന് തയ്യാറായി. പെസഹ കഴിച്ചു. യൂദ ഒറ്റിക്കൊടുക്കാൻ പോയി. കർത്താവ് യാത്രയെ പ്രസംഗം തുടങ്ങി. ഉടനെ പത്രോസ് ചാടി കയറി ആ 13-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. ശീമോൻ പത്രോസ് അവനോട്, ഒന്ന് പെട്ടെന്ന് വായിക്കണേ. ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ പോകുന്നിടത്തേക്ക് നിനക്ക് ഇപ്പോൾ എന്നെ അനുഗമിപ്പാൻ കഴിയുകയില്ല, പിന്നത്തേത് നീ എന്നെ അനുഗമിക്കുമെന്ന് യേശു അവനോട് ഉത്തരം പറഞ്ഞു. പത്രോസ് അവനോട്, കർത്താവേ ഇപ്പോൾ എനിക്ക് നിന്നെ അനുഗമിപ്പാൻ കഴിയാത്തത് എന്ത്? ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ച് കളയുമെന്ന് പറഞ്ഞു. അതിന് യേശു, ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, നീ 3 പ്രാവശ്യം എന്നെ തള്ളി പറഞ്ഞിട്ട് അല്ലാതെ ഇന്ന് കോഴി ഒരല്ലിയെ പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം ചോദിച്ച് മേടിക്കുന്ന അടിയാണ്. എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ, ഈ ചെകിട്, ഈ കൈയിരിക്കുന്നിടത്ത് ചെകിട് കൊണ്ട് വെച്ച് കൊടുത്തെന്ന് പറഞ്ഞതുപോലെ ഇതെല്ലാം പത്രോസ് ചോദിച്ച് മേടിക്കുക. പുള്ളി മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു, സഹോദരന്മാരുടെ നാണം കിടത്തില്ലായിരുന്നു. പുള്ളി ആവേശം മൂത്ത് പറഞ്ഞു, നിനക്ക് വേണ്ടി മരിക്കാൻ വരെ ഞാൻ തയ്യാറാന്നൊക്കെ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ കുഞ്ഞേ നീ ഇന്ന് രാത്രി 3 പ്രാവശ്യം എന്നെ എന്ത് ചെയ്യും? തള്ളിപ്പറയും. പക്ഷെ ഇവരുടെ ഹൃദയത്തിൽ ഭയങ്കര വേദനയാണ്. പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാം 3 വർഷം ഇരിക്കുന്ന പാസ് മാറുമ്പോൾ കുറച്ച് പേർക്ക് പോയി കിട്ടിയല്ലോ എന്നൊരു സന്തോഷം ഉണ്ടെങ്കിലും കുറച്ച് പേർക്കൊരു സങ്കടം കാണും അല്ലേ? അല്ലേ പറഞ്ഞു. അപ്പോൾ ഈ 3.5 വർഷം ഇവർക്കൊന്നുമില്ല. 5 അപ്പം കൊണ്ട് 5000 പോഷുവിന് 12 വട്ടം മിച്ചം കൊടുക്കുന്നു. ഇവർ ചോദിക്കുന്നതെല്ലാം കിട്ടുന്ന നേതാവ് വിട്ടുപാമ്പുവാണ്. എന്നോടൊന്ന് വരണേ. ഇവരുടെ ഹൃദയം വല്ലാതെ കലങ്ങി, ഹൃദയം കലങ്ങി. ഇനി നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വന്ന് വേഗം നിർത്താം. ഇവരുടെ ഹൃദയം കലങ്ങി. ഗുരു അവരെ വിട്ടുപോകുന്നു എന്ന് കണ്ടപ്പോൾ, പോകുന്നിടത്തേക്ക് ഇവർക്ക് ചെല്ലാൻ കഴിയത്തില്ല എന്നറിഞ്ഞപ്പോൾ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, അവരുടെ ഹൃദയം കലങ്ങി. ഉടനെ കർത്താവ് പറയാണ്, നിങ്ങളുടെ ഹൃദയം, എല്ലാവരും കൂടെ പറഞ്ഞേ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിലും വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു 10 വാഗ്ദത്തങ്ങൾ അങ്ങ് പറയാണ് പുറകെ 10 വാഗ്ദത്തങ്ങൾ. ഒന്ന്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുകയാണ്. സ്ഥലമൊരുക്കിയാൽ പിന്നെയും ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും. 2, 3, ഞാൻ തന്നെയാണ് അങ്ങോട്ട് പോകാനുള്ള, ഞാൻ ഒരുക്കുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള വഴിയും സത്യവും ജീവനും. എന്നെ കൂടാതെ നിങ്ങൾക്ക് അവിടെ വരാൻ കഴിയത്തില്ല. 4, പ്രൈസ് ദി ലോർഡ്, അവിടെ പറയാണ്, എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. തീർന്നില്ല, എന്നിൽ വിശ്വസിച്ചെൻ്റെ പുറകെ വരുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തിയിൽ അധികം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. തീർന്നില്ല, ഞാൻ പോയാലും ഇവിടെ കേട്ടതുപോലെ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? അയച്ചു തരും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥനായി, ഒരല്ലേലൂയ പറയണം. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തീർന്നില്ല, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഓ ഹല്ലേലൂയ. തീർന്നില്ല, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്ക വരുമ്പോൾ ലോകം തരാത്ത സമാധാനം നിങ്ങൾക്ക് കിട്ടും. ഒരല്ലേലൂയ പറഞ്ഞേ. ഇങ്ങനെ വാഗ്ദത്തങ്ങളുടെ ഒരു പെരുമഴ കൊടുക്കുമ്പോൾ അതിന് മുമ്പേ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങിപ്പോകരുത്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം. ദൈവത്തിൽ
വിശ്വസിക്കണം, എന്നിലും വിശ്വസിക്കണം. ഇനിയും വേഗത്തിൽ ഞാൻ എൻ്റെ ദൂത് അവസാനിപ്പിക്കാം. നിങ്ങൾ ആരിൽ വിശ്വസിക്കണം? പറഞ്ഞ എല്ലാവരും. നമുക്ക് ഈ കാലത്തില്ലാതെ പോയതും നമ്മുടെ പിതാക്കന്മാർക്കുണ്ടായിരുന്നതുമായ ഏറ്റവും വലിയ യോഗ്യതയാണ് വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് തന്നെ ഒരു ശ്മശാന മൂകത. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പിതാക്കന്മാർക്ക് ഭയങ്കര വിശ്വാസമാണ്. മിസ്രൈമിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട ജനത്തിൽ 2 പേരൊഴികെ ബാക്കി എല്ലാവരും മരുഭൂമിയിൽ പട്ടുപോകാൻ കാരണമെന്തുവാ? പറഞ്ഞേ. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ പറയുന്നു, അവിശ്വാസത്താൽ അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. കാടയൊക്കെ കൊടുത്തു, മന്നയും കൊടുത്തു, വെള്ളവും കൊടുത്തു, ചെരുപ്പ് പഴകിയില്ല, വസ്ത്രം പഴകിയില്ല, പകലി മേഘം, രാത്രിയിൽ അഗ്നി, ഒന്നിനും കുറവില്ല. പക്ഷെ മിക്ക പേരിലും കാരണം എന്തുവാ? പറഞ്ഞേ. അവിശ്വാസം. അവിശ്വാസം. പിശാച് വരുത്തിയ ഏറ്റവും വലിയ കെടുതി, ഏദനിൽ തുടങ്ങിയ കെടുതി. ദൈവത്തെ അവിശ്വസിച്ചു, പിശാചിനെ വിശ്വസിച്ചു. എൻ്റെ കൂടെ ഒന്ന് വരണേ. ഇവരെ ദൈവത്തെ പോലെ ഉണ്ടാക്കി വെച്ചേക്കുക. ബാക്കിയെല്ലാം വാക്കിനാൽ ഉളവായതാ. ഒരല്ലേലൂയ പറയണം. ബാക്കിയെല്ലാം വാക്കിനാൽ ഉളവായതാ. ഹോ, ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്നപ്പോൾ എല്ലാം ഉണ്ടായി. പക്ഷെ ഉണ്ടാക്കിയതിനെല്ലാം ദൈവം ഒന്ന് വേർപെടുത്തിയായിരുന്നു കേട്ടോ. അവിടെ തൊട്ടേ വേർപാടാ. വെള്ളത്തെയും തമ്മിൽ വേർപിരിച്ചു, കടലിനെയും കരയും തമ്മിൽ വേർപിരിച്ചു, രാത്രിയെയും പകലിനെയും തമ്മിൽ വേർപിരിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിനകത്ത് കയറിയവർക്കെല്ലാം ഒരു വേർപാടുണ്ട് കേട്ടോ. നല്ല ഹല്ലേലൂയ പറയണം. ഇരുട്ടുമായി നീ കൂടുതൽ സഹകരിക്കരുത്. ഹല്ലേലൂയ. നീ ഇരുട്ടിനോട് വിട പറഞ്ഞിട്ട് സാക്ഷാൽ വെളിച്ചത്തിൻ്റെ മക്കളായി നിൽക്കണം. അതുകൊണ്ടാണ് നിന്നെ വിടുവിച്ച് എവിടുന്ന നീ അറിയണം. അന്ധകാരത്തിൻ്റെ അധികാരത്തിൽ നിന്ന്, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നിന്നെ വിടുവിച്ച സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്ത് നിന്നെ കൊണ്ട് ഇരുത്തിയിരിക്കുമ്പോൾ നിന്നിൽ ഇരുട്ടൊട്ടും വരാൻ പാടില്ല. നല്ല ഒരല്ലേലൂയ ഈ രാത്രി പറയണം. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെല്ലാം വേർപാട് കൊണ്ടുവന്നിട്ട് ഈ മനുഷ്യനെ സൃഷ്ടിക്കാൻ മാത്രമാണ് 3 പേരും കൂടെ ചേർന്ന്. ബാക്കിയെല്ലാം പിതാവായ ദൈവം ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞെങ്കിലും മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ പുത്രനും പരിശുദ്ധാത്മാവും ഒന്ന് ചൊരിഞ്ഞു, നാം നമ്മുടെ സ്വരൂപത്തിൽ, നമ്മുടെ സാദൃശ്യത്തിൽ. ഹലോ, 3 പേർക്ക് ഒരു സ്വരൂപമാണ് കേട്ടോ. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെയും കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒരല്ലേലൂയ പറയണം. അങ്ങനെയാണ് നാം നമ്മുടെ സ്വരൂപത്തിൽ, നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് നിലത്തെ പൊടി കൊണ്ട് ആരെ ഉണ്ടാക്കി? ഇപ്പം മനുഷ്യൻ്റെ രൂപം എന്തുവാ? ദൈവത്തിൻ്റെ പറഞ്ഞേ തനി സ്വരൂപം. പക്ഷെ അധികാരത്തിൽ അല്പം താഴ്ത്തി, ദൈവത്തെക്കാൾ അല്പം താഴ്ത്തി. ഒരു സ്തോത്രം പറയണം. തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു. ഹല്ലേലൂയ. തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു. അവൻ പേരിട്ടാൽ ഇട്ട പേരാ. അവൻ കൽപ്പിച്ചതാ. അവൻ എല്ലാത്തിൻ്റെ മേലും വാഴുവായിരുന്നു. ഹല്ലേലൂയ പറയണം. സ്നേഹിത, നിന്നെ കൃപയിലേക്ക് കൊണ്ടുവന്ന് ഈ ആത്മശക്തി തന്നത് വാഴാനാ. നല്ല സ്തോത്രം പറയണം. കൃപയ്ക്കകത്ത് വന്നിട്ട് എഴയാനല്ല, നിന്നെ കൃപയെ കൊണ്ടുവന്ന് വാഴാനാ. നിന്റെ വീട്ടിൽ നീ വാഴണം, നിന്റെ ഭവനത്തിൽ നീ വാഴണം, നിന്റെ സഭയിൽ നീ വാഴണം, നിന്റെ ദേശത്ത് നീ വാഴണം. നിന്നെ വാഴാൻ വേണ്ടി ദൈവം വിളിച്ചത്. എഴയാൻ സന്തോഷമുള്ളവരുണ്ടെങ്കിൽ അവർ ദൈവത്തെ ആരാധിക്കണം. നീ പറയുന്ന രാത്രി രോഗമല്ല നിന്റെ മേൽ വാഴേണ്ടത്, കടമല്ല നിന്റെ മേൽ വാഴേണ്ടത്, ശൂന്യതല്ല വാഴേണ്ടത്, നീ വാഴാൻ ഇടയാകണം. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ഹല്ലേലൂയ. ഓ റബശന്തരാധന. ഹല്ലേലൂയ.
നല്ല സ്തോത്രം പറയണം കേട്ടോ. നിന്റെ സഭയ്ക്കകത്ത് നീ വാഴണം. നിന്റെ ഭവനത്തിൽ നീ ഇരുട്ടല്ല അവിടെ വാഴണ്ടേ, രോഗമല്ല അവിടെ വാഴണ്ടേ, ശാപമല്ല അവിടെ വാഴണ്ടേ, പിതാക്കന്മാരുടെ പഴയ വ്യർത്ഥമായ പാരമ്പര്യമല്ല അവിടെ വാഴേണ്ടത്. സ്തോത്രം ഉണ്ടേലേ പറയാവൂ കേട്ടോ. നീ നിന്റെ ഭവനത്തിൽ വാഴണം. നല്ല സ്തോത്രം പറഞ്ഞേ. അപ്പൊ ഇവനെ വാഴാനായിട്ടാക്കി. തന്ത്രശാലിയായി പിശാച് നുഴഞ്ഞു കയറി. എങ്ങനെ കയറി? കാരണം മൊത്തം ഫെൻസിങ് ആണല്ലോ. ഫെൻസിങ്ങിനകത്ത് ഇവൻ എന്ത് ചെയ്തു? നുഴഞ്ഞു കയറി. നുഴഞ്ഞു കയറാൻ അവൻ ഉണ്ടാക്കിയ രൂപമാണ് പാമ്പിൻ്റെ രൂപം. അവൻ ഇഴഞ്ഞു വലിഞ്ഞെന്ത് ചെയ്തു? പിന്നെ ഞാൻ ഏസിക്കകത്തുനിന്ന് 5 പാമ്പിനെ പിടിച്ചെന്ന് വായിച്ചില്ലേ? എവിടെങ്കിലും ഫേസ് കയറിയാൽ കിട്ടിയാൽ അവനെ കയറി എന്ത് ചെയ്യും? ഇരിക്കും. പിന്നെ ബാബാ സുരേഷ് വരണം. ഹലോ, നീ അറിഞ്ഞില്ല. നീ കിടന്ന് ഉറങ്ങിയപ്പോൾ സഭയ്ക്കകത്തും അവൻ കയറിയായിരുന്നു. അതാ ഞായറാഴ്ചയൊക്കെ വന്ന് ഉറക്കം തൂങ്ങി നീ ഇരിക്കുന്നു, മിണ്ടുന്നില്ല. സ്തോത്രം ഇല്ലല്ലോ. പിന്നെ പാവം പിടിച്ച് പിള്ളേർ പാടി ഇളക്കി അവർക്കൊരാവേശം കയറി, സംഗീതോപകരണങ്ങൾക്കൊരാവേശം കയറുമ്പോൾ നമുക്കൊരു പരവേശം വന്നിട്ട് 2 ഉറക്കത്തിൽ നിന്ന് 2 കൈയടി പത്രോസ് വീട് വെക്കാമെന്ന് പറഞ്ഞ പോലെ. ഹലോ, പത്രോസ് വീട് വെക്കാമെന്ന് പറഞ്ഞ പോലെ നമുക്കിപ്പോൾ അഭിഷേകം വരുന്നത് ചാടി എണ്ണിച്ച് ഒരു 3 ഹല്ലേലൂയായും ഒരു ഞെട്ടലും ഒരു സ്തോത്രവും ഒരു വിറയിലും പിന്നെ ഒരു വൈബ്രേഷനും ഒക്കെ. ഹലോ, മിണ്ടുന്നില്ല. എൻ്റെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും അല്ലേ? അയ്യോ, നീ അറിഞ്ഞില്ലായിരുന്നു, നീ അതിനെ ആട്ടി ഓടിച്ചൊന്നുമില്ല. അതിങ്ങനെ ഇടയ്ക്ക് കയറിയിട്ട് വന്ന് പറയാണ് ദൈവത്തെ പോലെ ആകണ്ടേ. ഞാൻ മരുന്ന് പറഞ്ഞുതരാം. ദൈവത്തെ പോലെ ഉള്ള മരുന്ന് ഞാൻ ചെയ്യാം. അതിന് വേറെ പുറത്തൊന്നും വേണ്ട, ഇതിനകത്ത് തന്നെ നിപ്പുണ്ടെന്നേ. തൊണ്ടാമരം കണ്ടു. അതിൻ്റെ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം കഴിച്ചാൽ ആരെ പോലാകും? ഇവരാരെ പോലെ ഇരിക്കുക പറഞ്ഞേ? ദൈവത്തെ പോലെ ഇരിക്കുന്നതിനോട് വന്ന് പിശാച് പറയണം നീ ദൈവത്തെ പോലെ ആകുമെന്ന്. അപ്പോൾ പിശാച് പറഞ്ഞത് വിശ്വസിച്ചു, ദൈവം പറഞ്ഞത് അവിടെ പരാജയം. അതുകൊണ്ടാണ് രക്ഷയുടെ ആദ്യ പടി സ്നാനമല്ല, രക്ഷയുടെ ആദ്യ പടി വിശ്വാസമാണ്. സ്തോത്രം പറയണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ അവരല്ലേലൂയ പറയണം. ഇപ്പം വിശ്വാസമൊന്നും ഇല്ലാതെ പിടിച്ച് പതിനെ മുക്കുക. സ്തോത്രം. ഇപ്പം അമ്മമാർ എന്ന് പറഞ്ഞ കൊച്ച് BSc നേഴ്സിംഗ് പഠിക്കാനായിട്ട് അങ്ങ് ഡാബങ്കരയ്ക്ക് പോവാ, ഹൂപ്പിളിക്ക് പോവാ, അതുകൊണ്ട് മുക്കി വിടാനായിട്ട് പറയും. എടാ, ഡാബങ്കരയ്ക്ക് പോകാനായിട്ട് കല്ലട ബസ് ടിക്കറ്റ് എടുത്ത് കയറ്റി വിട്ടാൽ മതി. അടൂര് സ്റ്റോപ്പുണ്ട്, അതിന് സ്നാനപ്പെടുത്തുകയൊന്നും വേണ്ട. എൻ്റെ പൊന്നച്ചായ, സ്നാനം കൂപ്പിളിക്ക് പോകാനല്ല. അത്രയും പറഞ്ഞില്ല. കൊച്ചു കൂപ്പിളി പോയി വരട്ടെ, നമുക്കെന്നാ? മിണ്ടുന്നില്ല. എടാ, സ്നാനം നിത്യതയെപ്പാനുള്ള പടിയാ. അത് ബാംഗ്ലൂരിൽ പോകുന്നവർക്കുള്ളതല്ല, അത് വിശ്വസിക്കുന്നവർക്ക് കൊടുക്കാനുള്ളതാ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ മാത്രം ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. യേശു പറഞ്ഞ ഹൃദയം കലങ്ങരുത്. നിങ്ങൾ ആദ്യം ദൈവത്തിൽ വിശ്വസിക്കണം. എന്തോ വിശ്വസിക്കേണ്ടത്? ഏത് പ്രശ്നം വന്നാലും, ഏത് പ്രതികൂലം വന്നാലും, ഏത് കൊടുങ്കാറ്റടിച്ചാലും, ഏത് തിര പൊങ്ങിയാലും എൻ്റെ ദൈവം എൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ പിശാചിന് എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് വിശ്വസിക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ അവരിതിനകത്ത് ദൈവത്തെ ആരാധിക്കണം. നീ ദൈവത്തിൽ വിശ്വസിക്കണം. ഓ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കൊടുങ്കാറ്റടിച്ചു, ഈശാനമൂലനടിച്ചു, ആഹാരവലെടുത്ത് കടലിൽ കളഞ്ഞു, തിര അലറിയടുക്കുക, പടക ആടി ഉലയുക. രക്ഷപ്പെടുമെന്നുള്ള ആശയെല്ലാം പോയി. സൂര്യൻ ഉദിച്ചായിരുന്നെങ്കിൽ പകലാന്ന് പറയാം, ചന്ദ്രൻ ഉദിച്ചായിരുന്നെങ്കിൽ രാത്രിയാന്ന് പറയാം. ഇത് പകലാണോ രാത്രിയാണോ ഒന്നും തിരിച്ചറിയാൻ വയ്യാത്ത നിലയില്ല കയത്തിനകത്തൂടെ പോകുന്ന മണ്ഡലത്തിൽ എല്ലാവരുടെയും ആശ പോയപ്പോൾ 276 ഇടയ്ക്ക് ഒരു വിശ്വാസി ഉണ്ടായിരുന്നു. ആ വിശ്വാസി പറഞ്ഞു, എനിക്കൊരു ഉടയവനുണ്ട്. എനിക്ക് ആരുണ്ട്? എനിക്കൊരു ഉടയവനുണ്ട്. അവൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്നു. 276 അവിശ്വാസിയാണെങ്കിലും
നീ വിഷമിക്കരുത്. വിശ്വസിക്കുന്ന ഒരുത്തനുണ്ടെങ്കിൽ അവന് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവം ഇന്ന് രാത്രിയുണ്ട്. നീ ദൈവത്തിൽ വിശ്വസിക്കണം. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നവനുമായ എൻ്റെ ദൈവം ഇന്ന് രാത്രി ആരോടോ ദൈവാത്മാവ് ദൂത് പറയുക, പതറരുത്, പതറരുത്. നീ ഇന്ന് രാത്രി ദൈവത്തിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. കപ്പലൊരു പാറ തട്ടി പൊട്ടി പാളിഷായി പലകയായി. പക്ഷെ പലക പിടിച്ച് 276 പേരും മെലിത്തയിലെത്തി. അപ്പോൾ മെലിത്തെ പോകാനായിട്ട് പാസ്പോർട്ട് വേണ്ട, വിസ വേണ്ട, ബോർഡിംഗ് പാസ് വേണ്ട, സെക്യൂരിറ്റി ചെക്ക് വേണ്ട. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എമിഗ്രേഷൻ വേണ്ട. അല്ലല്ലോ പറയണമെന്ന്. എടാ, അവിടെ കൊണ്ടെത്തിക്കാൻ പദ്ധതി ഉണ്ടെങ്കിൽ പലകെ പിടിച്ചാണെങ്കിലും നിന്നെ അവിടെ കൊണ്ടെത്തിക്കും. നീ ആരെ വിശ്വസിക്കണം? ദൈവത്തെ വിശ്വസിക്കണം. ആരോടോ ആത്മാവ് ദൂത് പറയുക, അടഞ്ഞെന്ന് പിശാച് പറഞ്ഞ വഴി ഈ രാത്രി തുറക്കാൻ നീ ദൈവത്തിൽ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, സന്തോഷമുള്ളവർ മാത്രം കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് ഇന്ന് രാത്രി എല്ലാം അസ്തമിച്ചെന്ന് ദുഷ്ടപ്പിശാച് നിന്റെ കാതിൽ മന്ത്രിക്കുമ്പോ നീ പറ, ഇല്ലടാ പിശാചേ, വഴി തുറക്കുന്നവൻ എൻ്റെ ദൈവമാണെന്ന്. ഓ രമന ജഗന രഗത രൗഷ രമന. അഭിഷേകമുള്ള ദൈവമക്കൾ ആത്മാവിൽ അന്യഭാഷയൊന്ന് പ്രതികരിച്ച് ദേശത്തിന്റെ ആധിപത്യങ്ങളെ ഈ രാത്രി ആത്മാവ് വെട്ടുകയാണ്. ചുടപരമനഗതര രൗഷാരമനാദര വൈഡാരമനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ഈ എല്ലാരെയും ഒന്നും പിശാചിന് വേണ്ട കേട്ടോ. കാരണം അവന് ഭൂരിപക്ഷം വരും പിശാചിൻ്റെ കയ്യിലെ കളിപ്പാവയാണ്. അതുകൊണ്ട് അവനെ വലിയ മൈൻഡ് ചെയ്യത്തില്ല. പിശാച് മൈൻഡ് ചെയ്യുന്നത് വെള്ളം വേണ്ട മോനെ, വെള്ളം കുടിക്കാനുള്ള ഇല്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ഞാൻ നിങ്ങളിരിക്കാமல் ഇങ്ങനെ ഒരു 2.5 മണിക്കൂറൊക്കെ നിൽക്കും. എനിക്ക് ഇച്ചിരി മുടിയൊക്കെ നനച്ചാലും എൻ്റെ അകത്തെ മനുഷ്യന് 43 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ, 44 തുടങ്ങുന്നേ ഉള്ളൂ. ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ നല്ല യൗവനത്തിലാണ്. പിന്നെ ഇങ്ങനെ നിൽക്കും. നിങ്ങളെൻ്റെ കൂടെ നിന്നേച്ചാൽ മതി. ഹല്ലേലൂയ പറയണം. എൻ്റെ പുറത്തെ മനുഷ്യന് ഇച്ചിരി പ്രായമൊക്കെ ആയി, അതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്യുന്ന ഒരാളല്ല. ഹലോ, എന്നോട് എൻ്റെ സജി പാസ്റ്റർ കഴിഞ്ഞ ദിവസം ഒരാൾ വന്നിട്ട്, ഞാൻ ഒരു മോർച്ചറിൻ്റെ വാതക്ക് നിൽക്കുക ബോഡി എടുക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ എന്നോട് ചോദിച്ചു, അച്ഛൻ ഈ മുഖത്ത് ഇങ്ങനെ ചോപ്പിക്കുന്നത് എങ്ങനെ അച്ഛാന്ന് ചോദിച്ചു. സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ചോപ്പിച്ചതൊന്നും അല്ല അച്ഛൻ, എൻ്റെ മോളതാ ചെയ്യുന്നത്, അവൾ കിംസിലാണ്, 1.5 ലക്ഷം രൂപയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ആവേശം. എനിക്ക് 5 കാശിൻ്റെ മുടക്കില്ല. ഇതെങ്ങനെ പോകുമെന്നറിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലോ. അപ്പോൾ അടുത്ത് നിൽക്കുന്ന ആൾ ചോദിച്ചു, പുള്ളി യൂറോപ്പിന് ഈ ആഴ്ചയിൽ വന്നത്, ഞാൻ ഈ വർഷം എങ്ങും പോയില്ല ഉണ്ടെന്നല്ലേ പറഞ്ഞ. ഞാൻ യൂറോപ്പിൽ നിന്ന്, എടാ യൂറോപ്പിലൊന്നും പോകണ്ട, നീ കൃപയെ നിന്നാൽ മതി. നിന്റെ മുഖത്ത് തേജസ് വരും. സന്തോഷമുണ്ടല്ലേ സ്തോത്രം പറയാവുള്ളൂ. ഹല്ലേലൂയ. തേജസ്സും ബഹുമാനവും അണിയിക്കുകയല്ലേ. നീ കൃപയിൽ നിന്നാൽ മതി. കൃപയിൽ നിന്നാൽ നിന്റെ മുഖത്തിൻ്റെ തേജസ് ദൈവം മാറ്റും. ഈ രാത്രി ആത്മാവ് പ്രവചിച്ച് പറയുക, നീ മൗനമായി നിൽക്കാതെ ഇന്ന് രാത്രി ഒന്ന് ആരാധിച്ച് നോക്കിക്കേ. നീ ദൈവത്തെ ഒന്ന് വിശ്വസിച്ചേ, നീ എൻ്റെ കർത്താവിനെ ഒന്ന് വിശ്വസിച്ചേ. നിന്റെ സ്ഥിതി മുഴുവൻ ഇന്ന് രാത്രി ദൈവം മാറ്റുമെന്ന് ഉറപ്പുള്ളവര് ഹല്ലേലൂയ. അപ്പൊ പിശാച് ഇങ്ങനെ റോന്തി വിറ്റുക, ഇളമ്പള്ളി കൂടെ ഒക്കെ ഇങ്ങനെ കറങ്ങി ചെന്ന് അവൻ ഇയ്യോബിൻ്റെ വീട് കണ്ടു. ഇയ്യോബിൻ്റെ വീട് കണ്ടെന്ന് ഇയ്യോബ് പറഞ്ഞില്ല, പക്ഷെ ദൈവം അറിഞ്ഞു. കാരണം ഇയ്യോബ് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? അപ്പോൾ ഇവരെല്ലാം കറങ്ങി ചുറ്റിയും വെച്ച് മണക്കാലായും ഇളമ്പള്ളിയും എന്ന് വേണ്ട ഈ സമീപത്തുള്ള നെല്ലിക്കുന്നും നെല്ലിമലയും എല്ലാം കറങ്ങി. ഇവൻ അങ്ങ് കറങ്ങി ഇവിടെ ചെന്നു ദൈവത്തിൻ്റെ അടുക്കൽ. അപ്പം ദൈവം ചോദിച്ചേടാ പിശാചേ, എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നിന്ന് ദൃഷ്ടി വെച്ചോടാന്ന് ചോദിച്ചു. അവനെ പറഞ്ഞു, ഇന്നൊന്നുമല്ല, കുറേ നാളായി ദൃഷ്ടി വെച്ചിട്ട്. നീ അവന് ചുറ്റും അങ്ങ് വേലി കെട്ടിയല്ലേ. അവനൊരു വേലി, അവൻ്റെ 10 പിള്ളേർക്കൊരു വേലി, അവൻ്റെ വീടിനൊരു വേലി, അവൻ്റെ സമ്പത്തിനൊരു വേലി, എല്ലാം കൂടെ നീ മൊത്തം കെട്ടിവെച്ചേക്കല്ലേ. പിന്നെ അവൻ എങ്ങനെയാണ് നിന്നെ സ്തുതിക്കാതിരിക്കുന്നത്? നീ ഒരു നിമിഷം എന്നെ ഒന്ന് അനുവദിച്ച് പൊളിക്കാൻ. കർത്താവ് പറഞ്ഞു, പൊളിച്ചോടാന്ന് പറഞ്ഞു. പൊളിച്ചോടാ
ഇയ്യോബിനോട് ചോദിച്ചിട്ടല്ല പറഞ്ഞ്. നിൻ്റെ കൂടെ ഉണ്ടോ? ഇതേ പിശാചി എന്ന് പറഞ്ഞ് പത്രോസിനെ ഞാൻ ഒന്ന് പാറ്റിക്കോട്ടെ. അതാ പറഞ്ഞ് പാറ്റാനൊക്കത്തില്ല. ഇയ്യോബിനെ പാറ്റിക്കോളാനും പറഞ്ഞു, പത്രോസിനെ പാറ്റണ്ടെന്നും പറഞ്ഞു. രണ്ടുപേരുടെയും വിശ്വാസം അറിയാം. പത്രോസിനെ പാറ്റിയ ഗോതമ്പ് പാറ്റുന്ന പോലെ പാറ്റുമെന്നറിയാം. ഹലോ, അവൻ മുടിയും പിച്ചിപ്പറിച്ച് പ്രാഗിയാണ് ഇട്ട് എൻ്റെ ഭാര്യയാണ്, അമ്മായി അമ്മയാണ്, എൻ്റെ പിള്ളേരാണ്, ഞാൻ വിട്ടേച്ചു പോകുന്ന പടകാണ്. ഹലോ, ഒന്നും മിണ്ടുന്നില്ല. അവനാണ് ഇട്ട് ഗുണം വരുത്തുമെന്നറിയാം. അതുകൊണ്ട് കർത്താവ് അവനെ ഏൽപ്പിച്ച് കൊടുത്തില്ല. പക്ഷേ ഇയ്യോബിനെ ഏൽപ്പിച്ചു കൊടുത്തു. അനുവദനീയമായൊരു സമയം. സ്വത്രം പറഞ്ഞേ. പിന്നെ ഭക്തന് ദൈവം അനുവദിച്ച പീഡയാണേ. ഹല്ലേലൂയ. അവനിങ്ങോട്ട് വന്നൊരു 5 സെക്കൻഡ് കൊണ്ട് വേലി മൊത്തം എന്ത് ചെയ്തു? ഹല്ലേലൂയ. ഈ JCB കയറി നമ്മുടെ പാവപ്പെട്ടവന്മാരുടെ വീടൊക്കെ വടക്കേണ്ടി തകർക്കുന്ന പോലെ 5 മിനിറ്റ് കൊണ്ട് ഇവൻ കയറി വേലിയല്ലേ എന്ത് ചെയ്തു? പൊളിച്ചു. ഒരു നല്ല കാറ്റടിച്ച് 10 പിള്ളേരും കൂടെ പെട്ടിക്കകത്ത്. 10 പിള്ളേരും പറയെല്ലാവരും പെട്ടിക്കകത്ത്. 7000 ആട് ഇതിലെ പോയെന്ന് പോലും 3000 ഒട്ടകം എന്തിയെന്ന് കണ്ടില്ല. 500 പേർക്ക് ആളയെ കണ്ടില്ല, 500 പേർക്ക് കഴുതയെ കണ്ടില്ല. എല്ലാം പോയി. വീട് തീക്കിരയായി. വസ്തുവെല്ലാം തകർന്നു. ഇതെല്ലാം തകർന്ന ഇയ്യോബ് ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്ത് ബന്ധിക്കോസുകാരിരിക്കുന്നവരിക്കുന്നത് കാണാനായിട്ട് പിശാച് വന്നു. ഹലോ, ഞായറാഴ്ച വന്ന് വായിക്കോട്ടായും വിട്ടിരിക്കുന്നില്ലേ? ചിലരൊക്കെ പരിഗണി കുടിച്ചിട്ടാണ് വരുന്നത്. മിണ്ടുന്നില്ല. നിങ്ങളുടെ കാര്യമാണത് കേട്ടോ. മറ്റേ ഞാൻ റാന്നി പറഞ്ഞോളാം. ഒരല്ലിയെ പറഞ്ഞേ. എൻ്റെ പൊന്ന് കൂടപ്പുറപ്പേ, ഇവനിങ്ങനെ താടിക്ക് കൈയും കൊടുത്ത് പെണ്ണ് പറ്റ വീട്ടിലെ അമ്മ ഇരിക്കുന്നതിൻ്റെ വീട്ടിലിരിക്കുമെന്ന് പിശാച് വിചാരിച്ച്. പക്ഷെ അവൻ വന്ന് പറഞ്ഞു, യഹോവ തന്നു. പിള്ളേരെ 10 യഹോവ തന്നു. യഹോവ എടുത്തു. ഒട്ടകത്തെ യഹോവ തന്നു. യഹോവ ആടിനെ യഹോവ തന്നു. അവൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. തരാൻ അറിയാം, എടുക്കാനും അറിയാം. നിങ്ങൾ മിണ്ടുന്നില്ല. ഇവൻ ഞെട്ടിപ്പോയി. ആര് ഞെട്ടി? 10 പിള്ളേർ ചത്ത് ഇയ്യോബാണോ ഞെട്ടിയത്? കൊന്ന പിശാചാണോ ഞെട്ടിയേ? പറയെല്ലാവരും കൂടെ. ഇന്ന് രാത്രി നീ ദൈവത്തിൽ വിശ്വസിച്ചാൽ, നീ കർത്താവിൽ വിശ്വസിച്ചാൽ, നിനക്കെതിരെ പൊരുതുന്ന പിശാചിനെ പാളയം ഞെട്ടും. ഞാൻ ഈ ദൂത് പറയുമ്പോൾ ചില കുടുംബങ്ങളെ ഉന്നം വച്ചിരിക്കുന്ന പൈശാചിക ആധിപത്യങ്ങളുടെ അടിത്തറ ഇളകും. സന്തോഷമുള്ളവർ മാത്രം ദൈവത്തെ ആരാധിക്കണം. നിന്നെ ചിന്ന ഭിന്നമാക്കാൻ നോക്കുന്ന അന്ധകാരത്തിന്റെ മണ്ഡലങ്ങളുടെ മേൽ ജയം തരാൻ കരുത്തുള്ളൊരു ദൈവമുണ്ട്. ഓ, അപ്പൊ ഇവൻ കരയൊന്നുമില്ല, തന്നെത്താൻ ഇടിക്കുന്നില്ല, വിലാപത്തമില്ല, ഒന്നുമില്ല. ഉടനെ പിശാച് പിന്നെ ചെന്നു. ഞാൻ പറഞ്ഞു, മനുഷ്യന് ഏറ്റവും ഇഷ്ടം അവനോട് തന്നെ. ആരോടാ? അല്ലയോ? അതോ നിങ്ങളുടെ ഭാര്യയോടാണോ കൂടുതൽ സ്നേഹം? അതോ ഭർത്താവിനോടാണോ? നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, നമ്മുടെ ഈ 25-ാം വർഷത്തെ പ്രാർത്ഥനാധുനിക്ക് യോഗത്തിന് വന്ന എല്ലാവരും കൂടെ പാസ്റ്റർമാരെ കൊണ്ട് ഒരു ഫോട്ടോ എടുക്കാതിരിക്കട്ടെ. ഫോട്ടോ എടുക്കുക. ക്യാമറാമാൻ കൊണ്ട് ഫോട്ടോ എടുക്കുക. ഫോട്ടോ നിങ്ങൾക്ക് ഓരോന്ന് തരിക. 50 രൂപ എന്നൊരു കോപ്പി തരിക. നിങ്ങൾ ആദ്യം നോക്കുന്നത് PC ചെറിയാൻ്റെ പടം ഒത്തോന്നാണോ? നിങ്ങൾ പറഞ്ഞാൽ മതി. ആരുടെയാ പോകുന്നത് പാസ്റ്റർ? നമ്മുടെ പടം ഒത്തില്ലെങ്കിൽ ഈ ഫോട്ടോ എടുത്ത് പയ്യനോട് പറയും. അവന് ഫോട്ടോ എടുക്കാനും അറിയത്തില്ല. ഈ എടുത്തപ്പോൾ ആ ഫ്ലാഷ് അടിക്കുക നമ്മൾ കണ്ണടക്കി ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഈ ആൾ കണ്ണടച്ചായിരിക്കുന്നത്. നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ കണ്ണടച്ചിരിക്കുന്ന. അപ്പോൾ നമ്മൾ ക്യാമറാമാൻ ഗുണമില്ല. ഹലോ, ബാക്കി മൊത്തം ഫോട്ടോ നല്ലതാണ്. നിൻ്റെ ഫോട്ടോ പോയപ്പം ഇത് മൊത്തം എന്ത് ചെയ്തു? നിങ്ങളൊന്നും മിണ്ടുന്നില്ല. അപ്പം നമുക്ക് ആരോടാ കൂടുതൽ സ്നേഹം? പറഞ്ഞാൽ മതി. അപ്പം ഇയ്യോബിൻ്റെ കാര്യത്തിൽ പിശാചിനെന്ന് മനസ്സിലായി. പിശാച് പറഞ്ഞു, അവൻ്റെ ശരീരത്തെ തൊട്ട് നോക്ക്. അവൻ ഈ വെണ്ണ കൊണ്ടല്ലേ കാല് കഴുകുന്നേ, ഒന്ന് തൊട്ട് നോക്ക്. അപ്പം ബബലും അറിയാം. അവൻ തള്ളി പറഞ്ഞില്ലേ, നീ നോക്കിക്കോ. കർത്താവ് പറഞ്ഞു, ഓക്കെ തൊട്ടു, പക്ഷെ പ്രാണനെ തൊട്ടേക്കല്ലേ. ഹലോ, ബേലി പൊളിച്ചോ, ദേഹത്തെ തൊട്ടോ, പക്ഷെ പ്രാണനെ, ആ പ്രാണനെ ആസ്റ്റർ മെഡിസിറ്റിയുടെ ഭണ്ഡാരത്തിലല്ല, പ്രാണൻ കിംസിലല്ല, പ്രാണൻ അമൃതായിലല്ല, ക്രിട്ടിക്കൽ ഐസ്യുവിലല്ല, പ്രാണന്റെ ദൈവത്തിൻ്റെ ഭാണ്ഡത്തിലാണ്. നീ അതിന് മനസ്സുള്ളവരെ സ്വോത്രം ചെയ്യാവൂ. രോഗമേതുമാകട്ടെ, പക്ഷെ നിന്റെ പ്രാണന്റെ ഉടയവൻ ഇന്ന് രാത്രി എൻ്റെ ദൈവമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് നിന്റെ പ്രാണൻ എൻ്റെ ദൈവത്തിന്റെ ഭാണ്ഡത്തിൽ കെട്ടിയേക്കുക. ചുടപരമനക ഷൈഡരാധര റൗഷാരമന. പിന്നെ 77 എൻ്റെ അമ്മയോട്
മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിനൊരു സംഘം പറഞ്ഞ് എൻ്റെ ദൈവദാസ അറിയിക്കാനുള്ളവരെല്ലാം അറിയിച്ചോളാം. എൻ്റെ അമ്മ CSIയിലായിരുന്നേ. CSIയിലായിരുന്നതിലും സേവ്യാ സംഘം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം സഹോദരിമാരുണ്ട് CSIയിലെ കേട്ടോ. ആ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ഒരാളെ എൻ്റെ അമ്മ പറഞ്ഞു, ഡോക്ടറെ അറിയിക്കാനുള്ളവനെയൊക്കെ അറിയിച്ചേച്ചാ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. ഞാൻ അവൻ്റെ കണ്ണ് തിരുമ്മി അടയ്ക്കത്തൊന്നുമില്ല, അവൻ എൻ്റെ കണ്ണ് തിരുമ്മി അടയ്ക്കും. ചത്തെന്ന് ബോധ്യപ്പെട്ട വന്ന് പറഞ്ഞ് അയക്ക് മനസ്സിലായി തള്ളയുടെ സമനില തെറ്റി നിൽക്കുക. ഇളയ ചെറുക്കനില്ലേ, അയാളും കയറിപ്പോയി. പക്ഷേ ഇത് 77 സംഭവിക്കുന്നു. 96 അമ്മച്ചി മരിച്ച്, എൻ്റെ മടി കിടന്ന് മരിച്ച്, ഞാൻ ആ കണ്ണ് തിരുമ്മി അടച്ച്. ഒരല്ലേ പറഞ്ഞ് സ്തോത്രം. അമ്മച്ചി മരിക്കുന്നതിന് 2 വർഷം മുമ്പേ ആ ഡോക്ടർ മരിച്ചുപോയി. ഞാൻ ഈ 2026 ലൈവായിട്ട് നിൽക്കുകയല്ലേ, നല്ല സ്തോത്രം പറയണം. പിന്നെ ഒരു ഗ്രൂപ്പ് ഡോക്ടേഴ്സ് അല്ല നിൻ്റെ പ്രാണൻ്റെ കാര്യം തീരുമാനിക്കുന്നത്. നീ ദൈവത്തെ വിശ്വസിച്ചേ, ശക്തമായി ദൈവാത്മ പറയും, നീ ദൈവത്തിലൊന്ന് വിശ്വസിച്ചേ, നീ പുത്രനെ വിശ്വസിച്ചേ. നിന്റെ പ്രാണന്റെ ഉടയവൻ എൻ്റെ കർത്താവാന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ ഈ രാത്രി പറ, ക്യാൻസറെ നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ട്യൂമറെ നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ഒരു രോഗബന്ധനങ്ങൾക്കും എന്നെ തകർക്കാൻ കഴിയത്തില്ല. എനിക്കൊരു ദൈവമുണ്ട്. അവനിങ്ങോട്ട് കേൾക്കാത്ത താമസം ഓടി വന്നും വെച്ച് ഇവനിങ്ങനെ ഈ പാകിസ്ഥാൻ്റെ ഡ്രോൺ കാശ്മീരിൽ കൂടെ കറങ്ങുന്ന പോലെ ഇയ്യോബിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഹലോ, നിനക്ക് ഈ അകത്തെ കണ്ണും മങ്ങിക്കൊണ്ട് ഇതൊന്നും കാണാൻ വയ്യല്ലോ, ഉണ്ടെന്നില്ല. നിന്റെ ഐശ്വര്യവും തന്മയും ഉയർച്ചയും എല്ലാം കണ്ടിട്ട് ഈ ചുറ്റി റോന്തി വിടുന്ന പോലെ ട്രോണിനകത്തൂടെ കറങ്ങുന്ന പോലെ അവൻ കറങ്ങുന്നുണ്ട് കേട്ടോ. സ്തോത്രം. നീ ഈ തൊണ്ടുവെള്ളം കലക്കി, തൊണ്ടുവെള്ളം എന്ന് പറഞ്ഞാൽ കാപ്പിക്കുരുവിൻ്റെ പുറത്തെ ഒരു സാധനത്തിന് അതിന് തൊണ്ടെന്നാണ് പറയുന്നത്, തേങ്ങയുടെ പുറത്തേനും പറയുന്നത്. നീ കാപ്പിക്കുരു ഇല്ലാഞ്ഞുകൊണ്ട് തൊണ്ട് ഇട്ട് കടുങ്കാപ്പി പിടിച്ചൊരു കാലമുണ്ടേ, അന്ന് ആ കൃപയെ വന്നേ. സ്വതം പറഞ്ഞില്ല. ഇപ്പം പിള്ളേരൊക്കെ ഒരാൾ അയർലൻഡിൽ, ഒരാൾ ന്യൂസിലൻഡിൽ, ഒരാൾ സിംഗപ്പൂരിൽ, ഒരാൾ ആഫ്രിക്കയിൽ, ഒരാൾ ഓസ്ട്രേലിയയിൽ, ഒരാൾ അമേരിക്കയെല്ലാം പോയപ്പോൾ നിനക്ക് ഒരു കൊച്ചു ഇച്ചിരി സ്ഥലവും ഇച്ചിരി വീടും 2 വണ്ടിയും എല്ലാം വന്നപ്പോൾ നീ അങ്ങ് ഞെളിഞ്ഞു, പ്രാർത്ഥന നിർത്തി. പക്ഷേ മറ്റോ റോന്തി വിറ്റുന്നുണ്ട്, അവനിപ്പോഴും റെസ്റ്റ് ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുക. നല്ല സ്തോത്രം പറയണം കേട്ടോ. അവസരം കിട്ടിയ വേരോടെ പറിക്കും അവൻ. ഹല്ലേലൂയ. അതുകൊണ്ട് നിൻ്റെ വിലാപത്തെ നൃത്തമാക്കാൻ കഴിയുന്ന ദൈവത്തെ നീ അങ്ങ് ആശ്രയിച്ചോണം. നല്ല ഹല്ലേലൂയ പറഞ്ഞേര്. എന്തോ ഇടയ്ക്ക് ആത്മാവ് ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഏറ്റെടുക്കുന്നവരും മൗനമായിരിക്കരുത്. നിന്നെ ഉയർത്തിയത് ദൈവമാ, നിന്നെ മാനിച്ചത് ദൈവമാ, നിന്റെ സ്ഥിതി മാറ്റിയത് ദൈവമാ. അതുകൊണ്ട് മഹത്വമെല്ലാം ദൈവത്തിന് കൊടുത്തോണം. അപ്പം ഇവൻ എൻ്റെ ദൈവദാസ നിറുക മുതൽ കാലിൻ്റെ വെള്ള വരെ എന്തോ വന്നു, പരിക്കളാൽ ബാധിച്ചു. ഈ 3000 ഒട്ടകം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓർക്കുക, എന്തിനാ ഒരു മനുഷ്യൻ ഇത്ര ഒട്ടകത്തെ വളർത്തുന്നത്? അതെല്ലാം അവൻ്റെ ട്രാൻസ്പോർട്ടേഷൻ സംവിധാനങ്ങളാണ് കേട്ടോ. ഇപ്പം 100 KSRTC ബസ് അടൂർ, 100 പന്തളത്ത്, 100 പത്തനാപുരത്ത്, 100 റാന്നിലിട്ടേക്കുന്നതിൻ്റെ കൂട്ട് ഇവൻ ഈ 3000 ഒട്ടകത്തെ പലയിടത്തായിട്ട് ഇട്ടേക്കുക. ഹലോ, ഒട്ടകപ്പുറത്ത് പോകാൻ കാശുള്ളവൻ ഇപ്പോഴത്തെ BMW പോകുന്ന പോലെ അതേ പോന്നേ. അന്നത്തെ കാലത്ത് അന്ന് കാശുള്ളവനെ ഒട്ടകത്തിന് പുറത്ത് പോകത്തുള്ളൂ. ഇതിൻ്റെ എല്ലാം കളക്ഷൻ എടുക്കാൻ വൈകിട്ട് വരും, ചാക്ക് കണക്കിന് പൈസ. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ ഒട്ടകപ്പുറത്ത് പോകാൻ കാശില്ലാത്ത നമ്മളെപ്പോലുള്ളവർ വന്നാൽ കയറാൻ കഴുത. ഹലോ, അത് ഓരോ ബസ് സ്റ്റാൻഡിലാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇതെല്ലാം ട്രാൻസ്പോർട്ടേഷൻ കമ്പനികളാണ്. പിന്നെ ഇനി കമ്പിളിയോ പുതപ്പോ ഡ്രസ്സോ വേണമെങ്കിൽ പുള്ളിയുടെ 7000 ആടിൻ്റെ രോമം കൊണ്ട് ഇതെല്ലാം ഉണ്ടാകുന്ന ഫാക്ടറി പുള്ളിക്കുണ്ട്. കമ്പിളി ഉണ്ടാക്കുന്ന ഫാക്ടറി. ഒരല്ലേ പറഞ്ഞ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ പനി വന്ന ഉടനെ ഇയ്യോബിൻ്റെ കഷ്ടതയാണെന്ന് പറയുന്ന കേസല്ല ഇത്. പ്രീസലോ. പിന്നെ ഈ പാലെല്ലാം കൂടെ ആർക്കും കൊടുക്കാൻ, ഈ പാലായിട്ട് വിൽക്കുന്നതിന് ബാക്കി പാൽപ്പൊടിയാക്കും, ബാക്കി ഐസ്ക്രീം ആക്കും, മിൽമ പോലെ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇതിനെല്ലാം ഫാക്ടറിയാണ്. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസലോ. ഇനി എനിക്ക് 2 ഏക്കർ കണ്ടമുണ്ട്, പക്ഷേ പൂട്ടാൻ കാളയില്ല. കാള വേണം ഇയ്യോബിൻ്റെ അവിടുന്ന് 2 കാളയെ വാടകയ്ക്ക് കൊണ്ടുവരണം. അതിന് 500 കാള നിർത്തിയേക്കുക കൊടുക്കാനായിട്ട് വാടകയ്ക്ക്. നമ്മുടെ ഈ വൂഫറെ വരുന്നതിൻ്റെ കൂട്ട്. നിങ്ങളൊന്നും മിണ്ടുന്നില്ല, കൂടെ ഉണ്ടല്ലോ അല്ലേ? പ്രൈസലോ. അപ്പം ബഹുസമ്പത്തിൻ്റെ ഉടമയാണ് ആര്? ഇതെല്ലാം പോയിട്ട് പുള്ളി അന്ന് കാശെണ്ണിയ കൈകൊണ്ട് ഓട്ടിയേറ്റർ പിടിച്ചപ്പോൾ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. ഒരുമാതിരി സ്റ്റാൻഡേർഡുള്ള സോക്കേട് വരണ്ടേ? അല്ല പറഞ്ഞേ, നമുക്കാണെങ്കിൽ ഇപ്പം നമ്മുടെ ഭർത്താവിന് ഹാർട്ട് അറ്റാക്കാണ്.
5 സെൻറ്റ് ഇട്ടു. ഉടനെ അമ്മാമ്മ യോഗത്തിന് നെല്ലമ്പിന് പറയുന്നത്, ഞങ്ങളുടെ അങ്ങനത്തെ അച്ഛൻ 5 സെൻറ്റ് ഇട്ടേക്ക് കേട്ടോ. അത് 5 ഏക്കർ തോട്ടമുള്ള പോലെ പറയുന്നത് കേട്ടോ. ഞങ്ങളുടെ അച്ഛന് 5 സെൻറ്റ് ഇട്ടേക്ക്. ഹലോ, 3 ബ്ലോക്കുണ്ട്, ഒന്ന് 90%. ഹലോ, പിന്നെ കൊളസ്ട്രോൾ ഉണ്ട്, പ്രഷറുണ്ട്. എൻ്റെ കൂടെ ഉണ്ടോ? അതൊക്കെ പറയുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലേ? പക്ഷെ ഞങ്ങളകത്തെ അച്ഛന് ചൊറിയാന്ന് പറഞ്ഞാലോ ഒന്നും മിണ്ടുന്നില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പം ഈ അമ്മാമ്മ ഇപ്പം ആരെങ്കിലും ചോദിച്ചാൽ പറയണ്ടേ അച്ഛൻ എങ്ങനെ ഉണ്ട്? ഓ ചൊറിയാ, മൊത്തം ചൊറിയാ, നെറുക പൊട്ട് കാല് വരെ. അപ്പം അതിന് അമ്മാമ്മ ഒരു മാർഗം കണ്ടുപിടിച്ചു. അമ്മാമ്മ പറഞ്ഞ അച്ഛാ, ഈ ചൊറിയുള്ള പുള്ളി ജീവിച്ചിരുന്ന ചൊറിയനാന്ന് പറഞ്ഞാൽ പോരെ. എൻ്റെ അമ്മ പറഞ്ഞ അച്ഛൻ അങ്ങ് ചാക്. അപ്പോൾ എനിക്ക് നാളെ തൊട്ട് ചൊറിയാന്ന് പറയണ്ടല്ലോ. ഒന്നും മിണ്ടുന്നില്ല. എൻ്റെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും അല്ലേ? ഒരു നല്ല അല്ലുലിയ പറയണം. പിന്നെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത സോക്കേടല്ലേ വന്നേക്കുന്നത്. ഇയ്യോബ് പെണ്ണുമ്പിള്ളെ പൊട്ടിന്നൊന്നും വിളിച്ചില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കയറി പൊട്ടിന്നൊന്നും വിളിക്കല്ല. ഇയ്യോബ് വിളിച്ചിട്ടില്ല, തെറ്റിദ്ധരിക്കല്ല. ഇയ്യോബ് പറഞ്ഞടി, ഈ പൊട്ടിമാർ പറയുന്ന പോലെ നീ പറയല്ല. നീ ഒരു സ്റ്റാൻഡേർഡുള്ള ഇയ്യോബിൻ്റെ ഭാര്യയല്ലേ? ഹലോ, നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ശാരോസഭ ദൈവത്തെ ആരാധിക്കുന്ന ദൈവദാസൻ്റെ ഭാര്യയല്ലേ? നിനക്കൊരു സ്റ്റാൻഡേർഡ് വേണ്ടേ? ഒന്നും മിണ്ടുന്നില്ല. ഹലോ, എൻ്റെ കൂടെ എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? അല്ലേലിയ പറയണം. നീ നിൻ്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം കേട്ടോ. പ്രൈസലോ. ഇപ്പം ഇയ്യോ പറഞ്ഞിടി, എനിക്കിപ്പം വൃണമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ സ്റ്റാൻഡേർഡ് പോയിട്ടില്ല. എൻ്റെ പിള്ളേരിയ 10 കൂടെ ചത്തെങ്കിലും എൻ്റെ സ്റ്റാൻഡേർഡ്. ഹലോ, എടാ, ഉയർച്ചയും താഴ്ചയൊക്കെ വരും, പക്ഷെ കൃപ കളയല്ല. നീ ആ കൃപയെ തന്നെ നിന്നോണം. സന്തോഷമുണ്ട്. നല്ലൊരു അല്ലേലിയ പറഞ്ഞേ. ആ ചൊറി വന്നെന്നും പറഞ്ഞ് ഇയ്യോബിൻ്റെ കൃപയൊന്നും പോയില്ല. അപ്പം നമുക്ക് ന്യായമായിട്ട് നമ്മുടെ ബെൽസൺ പാസ്റ്റർ ചെന്നും വെച്ച് ഇയ്യോബിനോട് ചോദിക്കുകയാണ്, അച്ഛാ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് അച്ഛൻ്റെ ഹൃദയം എന്നാ കലങ്ങാത്ത? അച്ഛൻ്റെ ഹൃദയം എന്നാ? ഉടനെ പറഞ്ഞു, ബെൽസൺ പാസ്റ്റർക്ക് എന്നെ അറിയത്തില്ലേ, എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. എൻ്റെ പിള്ളേരെ ചത്തുള്ളൂ, വീണ്ടെടുപ്പുകാരൻ ചത്തിട്ടില്ല. നിങ്ങൾ മിണ്ടുന്നില്ല. ആരെ ചത്തിട്ടുള്ളൂ? പറ. എൻ്റെ ഒട്ടകം പോയെന്നേ ഉള്ളെന്ന്, പക്ഷെ എൻ്റെ വീണ്ടെടുപ്പുകാരൻ ചത്തിട്ടില്ല. ഈ രാത്രി പറ, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഇന്ന് രാത്രി നീ വിശ്വസിക്കണം, ദൈവത്തിൽ വിശ്വസിക്കണം. സന്തോഷമുള്ളവന് മാത്രം കരമടിച്ച് ദൈവത്തെ ആരാധിച്ചേ. ആലുലിയ, കഴുത പോകാം, ആട് പോകാം, ഒട്ടകം പോകാം, മക്കൾ പോകാം, പക്ഷെ നിന്റെ ദൈവത്തിന് കേടില്ല. അവന്റെ പേര് വീണ്ടെടുപ്പുകാരനാ. വിശ്വ ദൈവത്തെ സ്തുതിച്ചേ. അയ്യോ പറഞ്ഞു, ബ്ലസം പാസ്റ്ററെ, ഇതിനെല്ലാം ഒരു ഒടുവുണ്ട്. ഇതിനെല്ലാം ഒടുവിൽ, അതായി പൗലോസ് പറഞ്ഞ ഒടുവിൽ കർത്താവിലും. അപ്പോൾ ആദ്യം എന്നോ ചെയ്യണം? ഒടുവിൽ കർത്താവിലും. അപ്പോൾ ആരംഭത്തിൽ എന്നോ ചെയ്യണം? മുമ്പേ അവൻ്റെ രാജ്യവും പറയെല്ലാവരും കൂടെ. മുമ്പേ അത് അന്വേഷിച്ചാൽ പ്രശ്നം പറ്റണ്ടേ. ഒടുവിൽ 7000 14,000 ആവും, 3000 6000 ആവും. നല്ല സ്തോത്രം ഈ രാത്രി പറയണം. കാരണം നിന്റെ ദൈവത്തിൻ്റെ പേരെന്താണ്? പറയെല്ലാവരും. എവിടത്താണോ അവിടുന്ന് വീണ്ടെടുക്കും. ഇനി നിന്റെ കോടാലി ഊരി യോർദാൻ്റെ അടിക്കയത്തിപ്പോയാൽ ഒരു കോല് വെട്ടിയിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നത് പോലെ ഇന്ന് രാത്രി നിന്റെ കൂടാരത്തിൽ നിന്ന് ശത്രു അപകരിച്ചത് ആരോടൊക്കെ ആത്മാവ് ഇടപെടുകയാ, മടക്കിത്തരാൻ, ഉയർത്തിത്തരാൻ കഴിയുന്ന ഒരു വീണ്ടെടുപ്പുകാരൻ ഉറപ്പുള്ളവരുണ്ടെങ്കിൽ അവരിടത്തിൽ മൗനമായിരിക്കാതെ ദൈവത്തെ ആരാധിക്കട്ടെ. നീ പറ, എടാ പിശാചേ, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുക. ഓ ബെന്തിക്കോസിൽ അഭിഷേകമുള്ള ദൈവമക്കളെ രാത്രി ആദരം തുറന്ന് അന്യഭാഷയിൽ ഒരു നിമിഷം ദൈവത്തെ ആരാധിച്ച് ഞാൻ ഈ ദൂത് പറയുമ്പോൾ നിന്റെ കൂടാരത്തിൽ നിന്ന് വഴുതിപ്പോയ, ഒഴുകിപ്പോയ, താണുപോയ ചില നന്മകളെ വീണ്ടെടുത്ത് ശിഖരമനകൾ കനാദരാജ വൈഡാരമന. ഓ, രക്തത്താലും വചനത്താലും ജയമെടുക്കുകയാണ്. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കൂടാരത്തിൻ്റെ ഉള്ളറയിൽ ചില നന്മ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. നിന്റെ തലമുറയിൽ ചില വിടുതൽ നടന്നുകൊണ്ടിരിക്കുകയാ. ഏറ്റെടുക്കുന്നവർ, ആത്മാവിൽ കാണാൻ കഴിയുന്നവർ ഈ രാത്രി മൗനമായിരിക്കരുത്. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ഈ പിശാച് അവിശ്വാസം ഉണ്ടാക്കുമെന്ന്.
ഈ ചെറുക്കനെയും കൊണ്ട് യാഗപീഠത്തെ വെക്കാൻ പോവാം. യാഗപീഠത്തെ വെക്കാൻ പോവാം. മെസ്സപ്പൊട്ടോമിയ വെച്ച് പിടിച്ച ദൈവശബ്ദം കറക്റ്റായിട്ട് കേട്ടിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവനിടയ്ക്ക് വന്ന് ചോദിക്കുക, അബ്രഹാമേ 122 വയസ്സായില്ലേ, ഈ പ്രായമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ സുബോധമൊന്നും പഴയതുപോലെ സോഡിയം കുറഞ്ഞതായിരിക്കും. ഹലോ, മിണ്ടുന്നില്ല. സോഡിയം കുറഞ്ഞാൽ പിച്ചും പേയൊക്കെ പറയും. ഹലോ, മനസ്സിലാകുന്നുണ്ടോ അല്ലേ? പിന്നെ പ്രസംഗം ഉപദേശി വരെ ചീത്ത പറഞ്ഞ് മരിച്ച സംഭവം എനിക്കറിയാം. സോഡിയം പോയതാ. ഗ്ലോറിയും വിക്ടറിയും പറഞ്ഞ ഉപദേശിമാർ, പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ പോകാതിരിക്കാൻ പ്രാർത്ഥിച്ചോണല്ലേ, സോഡിയം കുറയാതിരിക്കുക. ഹലോ, എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? നിങ്ങൾക്ക് അതിൽ ചില സഭകളിലൊക്കെ കസാറ് എടുക്കുന്നു, അമ്മാമ്മയും അച്ഛനും കൂടെ അടിക്കുന്നു. സോഡിയം പോയതാ, ഉണ്ടെന്നില്ല. എന്നിട്ട് ഇത് കണ്ടോണ്ട് പിടിച്ചു മാറ്റുമല്ല, ഫേസ്ബുക്കിൽ പിടിക്കുക, നാട്ടുകാർക്ക് ഇട്ട് കൊടുക്കാൻ. അയ്യോ, എന്തൊരു ഗതികേടാന്ന് നോക്കി. ലക്ഷ്യയില്ലേ? നീ ആരാ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞേ. ദൈവം പറഞ്ഞു, അച്ഛാ ഈ കൊച്ച് 100 വർഷം കാത്തിരുന്നുണ്ടായ കൊച്ചനാ. വെളിവുകേട് വല്ലതും ഉണ്ടായിട്ട് ഇവനെ കൊണ്ട് കൊന്നുകളഞ്ഞാൽ ചെറുക്കൻ ചത്തുപോകും. നിനക്ക് മക്കളില്ലാതെ വരും. മറ്റവനെ ഒരു ഉരുത്തി വെള്ളം കൊടുത്ത് പറഞ്ഞു വിട്ടില്ലേ? അല്ലെ അവനേലും ഉണ്ടെന്ന് പറയാമായിരുന്നു. ഇപ്പോൾ അവനില്ല. ഹലോ, അവനെ പെണ്ണും കൂടെ ഒരു ഉരുത്തി വെള്ളം വെച്ചിട്ട് അടയും കൊടുത്ത് അവനെ പറഞ്ഞു വിട്ടല്ലോ. പിന്നെ ആകെപ്പാടെ പോയാലും വന്നാൽ ഇവനേ ഉള്ളൂ. ഇവനെ കൊല്ലാനായിട്ട് വിടല്ലേ. അന്നെ അബ്രഹാം ഞടപ്പിച്ചാല് മെസ്സപ്പൊട്ടോമിയ എന്നെ വിളിച്ച ദൈവം ആരാന്നറിയാമോ? എടാ, മരിച്ചതിനെ ജീവിപ്പിക്കുന്ന ദൈവമാണ്. പിശാച് ഞെട്ടി കേട്ടു. ഉടനെ അവൻ പറഞ്ഞ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്രസംഗത്തിൻ്റെ ഡയലോഗുണ്ടല്ലോ. ഇപ്പോൾ പറഞ്ഞ പോലെ ഏത് വാക്യവും ദൈവം യോജിപ്പിച്ചതിന് എന്ന് പറഞ്ഞാൽ ഏത് വാക്യവും നിങ്ങളുടെ കയ്യിൽ ഉണ്ടല്ലോ. എടോ, ഇത് ചത്ത് കഴിഞ്ഞാൽ ഉടനെ താൻ തീ വെക്കും. തൻ്റെ സ്വഭാവം എനിക്കറിയാം. പണ്ടുകൊണ്ട് യാഗപീഠം യാഗം മുറിച്ചാൽ അന്നേരം എന്ത് ചെയ്യും? തീ വെച്ച് 5 മിനിറ്റ് കൊണ്ട് ചാരമാകും. അപ്പോൾ തൻ്റെ ചെറുക്കൻ ചാകുക മാത്രമല്ല, എന്താകും? ചാരമാകും. അബ്രഹാം ഞടപ്പിച്ചാതെ. എടാ, എൻ്റെ ദൈവം ആരാന്നറിയാം? പോന്ന ഒരു മോൻ. പക്ഷെ എൻ്റെ ദൈവം ചാരത്തിൽ നിന്ന് മക്കളെ, മോനെയല്ല. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. എടാ, എൻ്റെ ദൈവം ആരാന്നറിയാമോ? ചാരത്തിൽ നിന്ന് എനിക്ക് മക്കളെ. സ്വോത്രം പറയണം. എടാ, ഒന്ന് പോയാൽ ഒത്തിരി തരാൻ കഴിയുന്ന ദൈവത്തെ ഞാൻ അനുഗമിക്കുന്നേ. ഞാൻ വിശ്വസിച്ചത് ദൈവത്തിലാ. ഹല്ലേലൂയ പറയണം. അവൻ പറഞ്ഞു, ഇങ്ങനൊക്കെ തനിക്ക് പറയാം, പക്ഷെ സംഭവിക്കാൻ പോകുന്നത് എന്നാന്ന് എനിക്ക് അറിയാം. എനിക്ക് ആ കിഴക്കേലെയും പടിഞ്ഞാറിലെയും സംഭവമൊക്കെ എനിക്കറിയാം. ഹലോ, ഞാൻ അറിയാവുന്നതുകൊണ്ട് പറയുകയാണ്. വിവരക്കേടൊന്നും കാണിക്കരുത്. ഒരു മഴ പെയ്ത് ഒരു കാറ്റ് പഠിക്കാമോ ഈ ചാരം പറന്നെന്ത് ചെയ്യും? പിന്നെ ആകെപ്പാടെ യാഗപീഠത്തിലെ കല്ലേ കാണത്തുള്ളൂ. കല്ലേ. അബ്രഹാം പറഞ്ഞേടാ പിശാചേ, എൻ്റെ ദൈവം ആരാന്നറിയാമോ? എൻ്റെ ഭാര്യയുടെ യൂട്രസൊന്നും വേണ്ട പിള്ളേരുണ്ടാകാൻ ഈ കല്ലുകളിൽ നിന്ന്, സ്തോത്രം പറയണം, ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ തരാൻ കഴിവുള്ളവനാ എൻ്റെ ദൈവം. വിശ്വാസമുള്ളവർ മാത്രം ദൈവത്തെ സ്തുതിക്കണം. നീ ഇന്നേരത്തെ ദൈവത്തെ വിശ്വസിക്കണം. ഹല്ലേലൂയ. 1 മരിച്ചതിനെ ജീവിപ്പിക്കും, 2 ചാരത്തിൽ നിന്ന് മക്കളെ ഉളവാക്കും, 3 കല്ലിൽ നിന്ന് മക്കളെ തരും. തീർന്നില്ല. അവൻ പറഞ്ഞു, ഇതെല്ലാം കഴിയുമ്പോൾ യാഗപീഠം പൊളിച്ചെല്ലാം കളഞ്ഞ് നീ നിൻ്റെ വഴിക്ക് പോകും, എല്ലാം തീരും. ഉടനെ പറഞ്ഞടാ, ഇല്ലാത്തതിനെ, ഹോ എൻ്റെ കൂടെ വരണം, ഇല്ലാത്തതിനെ ഉറക്കെ പറ, ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവൻ എൻ്റെ ദൈവം. അവൻ വിശ്വസിച്ചു, ദൈവം അത് നീതിയായി കണക്കിട്ടെങ്കിൽ. ഇന്ന് രാത്രി യേശു പറഞ്ഞ് ഹൃദയം കലങ്ങരുത്, ദൈവത്തിൽ വിശ്വസിക്കണം. എത്ര പേര് തയ്യാറുണ്ട്? ഏത് പ്രതിസന്ധിയിലും ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ഒരു മഹാ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഓ റബല മനശന്തരാധരാധര. ഹല്ലേലൂയ. കരമുയർത്തോര് ഹല്ലേലൂയ പറ. യേശു പോവാണേ. നിമിഷങ്ങൾക്കുള്ളിൽ ഈ യാത്രയയപ്പ് മെസ്സേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നേരെ ഗെത്സമനയ്ക്ക് പോവാം. ഗെത്സമനെ ചെന്നാൽ മഹാപൗരോഹിത്യ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പോവുക. അതിന് മുമ്പേ വാഗ്ദത്തങ്ങളുടെ പെരുമഴ നൽകുന്നതിന് മുമ്പേ കർത്താവ് പറഞ്ഞു,
നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിൽ വിശ്വസിക്കണം. നിങ്ങളുടെ ഹൃദയം, ഞാൻ നിങ്ങളെ ഒരു നാളും എന്ന് പറഞ്ഞ എല്ലാവരും, ഞാൻ നിങ്ങളെ ഒരു നാളും, നമ്മുടെ കുഞ്ഞുങ്ങൾ പാടുന്ന പഴയൊരു പാട്ടുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധേ, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി. നിങ്ങൾ കേട്ടില്ലേ ആ പാട്ടൊക്കെ? പഴയ പാട്ടാണ് കേട്ടോ. എനിക്ക് പാടിയ കള്ളാവുന്നുണ്ട്, പക്ഷേ എൻ്റെ ശബ്ദമെല്ലാം പോയി, നിങ്ങൾ എന്നെ ചോടിപ്പോകും. അതുകൊണ്ട് ഞാൻ പാടുന്നില്ല. എങ്കിലും നിന്നെ ഒരു നാളും ദൈവം പറഞ്ഞേ. 15-ാം അധ്യായത്തിൽ വന്നപ്പോഴത്തേന് കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവ് തോട്ടക്കാരനാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാ, എന്നിൽ വസിക്കാത്ത കൊമ്പുകളെല്ലാം ചെത്തി തീയിലിട്ട് ചുട്ടുകളയും. എന്നിൽ വസിക്കുന്ന കൊമ്പുകൾ അധികം ഫലം കായ്ക്കണതിന് വെടിപ്പാക്കും. ഒരല്ലേ പറഞ്ഞേ? അപ്പം ഈ മുന്തിരിത്തോട്ടത്തിൽ വസിക്കുന്ന കൊമ്പുകൊണ്ട് വസിക്കാത്ത കൊമ്പുണ്ട്. വസിക്കാത്ത കൊമ്പ് ഏതാണെന്ന് പിടികിട്ടായാലിപ്പം പറയാം. കൊച്ചിൻ്റെ കല്യാണം നടത്താൻ ഒരു സഭ നമുക്ക് വേണം. കയറി താമസത്തിന് വീട് പ്രതിഷ്ഠിക്കാൻ ഒരു പാർശ്വ നമുക്ക് വേണം. കല്ലിടാനും കട്ടള വെക്കാനും ഒരു ഉപദേശം നമുക്ക് വേണം. പിന്നെ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ പ്രതിഷ്ഠിക്കാനൊരു ഉപദേശം നമുക്ക് വേണം. ഒന്നും മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്കാകെ സഭ വേണ്ടി ഇതിനൊക്കെയാണ്. ഞാൻ അവരുടെ കാര്യമല്ല പറയുന്നത്. അവനൊക്കെ കായ്ക്കാത്ത കൊമ്പുകളാണ്. അവൻ്റെ കാര്യസ്ഥാതിന് വന്ന് ഒരു സംഘടന ചേർന്നേക്കുന്നതേ ഉള്ളൂ. സ്തോത്രം. പക്ഷേ കായ്ക്കുന്ന കൊമ്പുണ്ട്. അതേതാണെന്നറിയാമോ? നമ്മളൊന്നും ഫലമില്ലാതെ കിടന്നതാണ്. നമ്മളൊന്നും എന്നെപ്പോലെ വേലിക്കരികിലോ ചന്തസ്ഥലത്തോ ഒക്കെ മെനക്കെട്ട് നിന്നാ. അവരല്ലേ പറഞ്ഞേ? ആർക്കും വേണ്ടാതെ വഴിയോരത്ത് കിടന്നതാ. അപ്പം ഈ സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തക്കാരവനെ നമ്മൾ കേട്ടില്ലേ? ഇപ്പം ആര് കേട്ടെന്ന്? ഞാനിരുന്നെല്ലാം കേൾക്കുമായിരുന്നു. സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തക്കാരവനെ കൈക്കൊള്ളാഞ്ഞപ്പോൾ ആ കോപത്തിൽ, അവൻ്റെ കോപത്തിൽ അവരിൽ ചിലരെ ഒടിച്ചു. അവനൊടിച്ചാൽ ആര് നുറുക്കാനാ? അവനതിനെ ഒടിച്ചു കളഞ്ഞപ്പോൾ കുറച്ച് വേക്കൻസി വന്നു. ആ വേക്കൻസിയിലോട്ട് പീസ് ചെറിയാനെ കയറ്റി അങ്ങ് ഒട്ടിച്ചു. ജെയിംസ് പാസ്റ്റർ കയറ്റി അങ്ങ് ഒരു സ്വോത്രം പറഞ്ഞ് ഒട്ടിച്ചത് ഒടിയാതിരിക്കാനും പ്ലാസ്റ്റിക് കൊണ്ടല്ല ബൈൻഡ് ചെയ്തത്, കാൽവറിലൊടിങ്ങിയ ചോര കൊണ്ടങ്ങ് ബൈൻഡ് ചെയ്തു. ഒരല്ലിയെ പറഞ്ഞേ, ആ കാട്ടൊലിവായി എന്നെ ആ നല്ല ഒലിവോട് ഒട്ടിച്ചിട്ട് ആ രക്തം കൊണ്ട് ബൈൻഡ് ചെയ്തപ്പോൾ ഞാൻ ആ നല്ല ഒലിവിൻ്റെ ഭാഗമായി. ഒരു സ്വോത്രം പറഞ്ഞേ, ഹല്ലേലൂയ. അതുകൊണ്ട് നിൽക്കുന്നവൻ ഞെളിയരുത്. നീ നിന്നിലല്ല പ്രശംസിക്കേണ്ടത്, വേരിൽ പ്രശംസിച്ചോണം. ഒരല്ലിയെ പറയാമോ? നിന്നെ ഇങ്ങനെ ഒട്ടിച്ച് നിർത്തിയേക്കുക കേട്ടോ. നല്ല കാറ്റടിച്ചാൽ നീ പോക്കാ. ഒട്ടിച്ച് നിർത്തിയേക്കുക. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ, ബാക്കി നിങ്ങൾ പറ, സൂക്ഷിച്ചോണം. അത് പറയാനാണ് ഞാൻ വന്നേ. എല്ലാവരും എന്ത് ചെയ്തോണം? അവൻ പ്രത്യക്ഷനാകും, പക്ഷെ നീ വീഴാതിരിക്കാൻ സൂക്ഷിച്ചോണം. സന്തോഷമുണ്ടേ ഒരല്ലേലൂയ പറഞ്ഞാൽ. ഈ ടൈമിനൊരു മര്യാദയില്ല, അത് ചുമ്മാ ഇങ്ങനെ പോവാണ്. പക്ഷെ എനിക്ക് ഒത്തിരി കാര്യം പറയാനുണ്ടെങ്കിൽ ഞാൻ നിർത്തുക, നിങ്ങളെ മുഷിപ്പിക്കത്തില്ല. സ്തോത്രം. 25 കഴിഞ്ഞ 50-നാണെങ്കിലും നമുക്കൊരവസരം കിട്ടണമല്ലോ. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ നിങ്ങളുടേതാണ് 25 വർഷം കൂടെ കഴിഞ്ഞാൽ ഈ പുള്ളി ചാകത്തില്ലെന്ന്. അങ്ങനൊന്നും പോകത്തില്ല. ചാകാനാണെങ്കിൽ എത്ര സംഭവം എന്നറിയാമോ? ഞാൻ 4 കുപ്പി വിഷം കുടിച്ചായിരുന്നു, ചത്തില്ല. ഞാൻ പെരിന്തൽമണ്ണയിലെ വലിയ കയത്തിൽ പോയി ചാടിയായിരുന്നു. ഇന്ന് കുളിക്കാൻ പോയ 4 പിള്ളേർ ഇപ്പോൾ ചത്തു. ഞാൻ ആ കയത്തിൽ ചാടി, ചത്തില്ല. ഞാൻ ഭോപ്പാൽ റെയിൽവേ പാടെ തല വെച്ചു, ചത്തില്ല. ഹലോ, ഒന്നും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. അപ്പം എനിക്ക് മനസ്സിലായി, കല്ലേ കൊണ്ടുവച്ച് അരച്ചാലും പദ്ധതി കഴിയാതെ, പ്രോഗ്രാം പൂർത്തീകരിക്കാതെ ഒന്നും നടക്കത്തില്ല. സ്വോത്രം പറയണം. ഇന്ന് രാത്രി നീ ഒന്ന് വിശ്വസിച്ചേ, നീ കർത്താവിനെ വിശ്വസിച്ചേ. ആ രോഗം സൗഖ്യമാക്കാൻ അവൻ മതിയായവനാ. ആ വഴി തുറക്കാൻ അവൻ മതിയായവനാ. ആ ശൂന്യത മാറ്റാൻ അവൻ മതിയായവനാ. അവൻ ഒരു കാര്യം അസാധ്യമല്ല. നീ ഒന്ന് വിശ്വസിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 14, 15,
16 അധ്യായങ്ങൾ നിർത്താതെയുള്ള ശക്തമായ ദൂത് പറഞ്ഞ് 17-ാം അധ്യായത്തിൽ പ്രാർത്ഥനയ്ക്ക് കയറി. പ്രാർത്ഥനയ്ക്ക് കയറിയപ്പോൾ PC ചെറിയാന് വേണ്ടി കൂടെ പ്രാർത്ഥിച്ചു. അതാ എൻ്റെ ധൈര്യം. നിങ്ങളാരും പ്രാർത്ഥിച്ചില്ലെങ്കിലും ഗദസമനെ പ്രാർത്ഥിച്ചു, പറഞ്ഞു എൻ്റെ ഈ വചനം കേട്ട് രക്ഷിക്കപ്പെട്ടു വരുന്നവർക്ക് വേണ്ടിയും കൂടെ പിതാവേ ഞാൻ. അപ്പോൾ അങ്ങനെ എനിക്ക് വേണ്ടി കൂടെ എന്ത് ചെയ്തു? ഇന്ന് രാത്രി രക്ഷിക്കപ്പെടുന്നവന് വേണ്ടി അന്നേ പ്രാർത്ഥിച്ചേക്കുക. നല്ല സ്തോത്രം പറയണം. നീ ഒന്ന് വിശ്വസിച്ചേ, കർത്താവിനെ ഒന്ന് വിശ്വസിച്ചേ, കർത്താവിനെ ഒന്ന് വിശ്വസിച്ചേ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. പാമ്പ് കടിച്ചാലും കർത്താവ് സൗഖ്യമാക്കുമെന്നേ. കാൻസർ വന്നാലും സൗഖ്യമാകും. നീ ജീവിച്ചിരിക്കാൻ കർത്താവിൻ്റെ പ്രോഗ്രാമിൽ പദ്ധതി ഉണ്ടെങ്കിൽ നീ സൗഖ്യമാവും. നീ അതോടെ ഇപ്പം തിരിച്ചങ്ങ് ചെല്ലാനാ പദ്ധതിയെങ്കിൽ നീ പോകും. അത് നീ ഹീമോ ചെയ്തില്ലെങ്കിലും പോകും, റേഡിയേഷൻ ചെയ്തില്ലെങ്കിലും പോകും, ബ്ലഡ് മൊത്തം പല പ്രാവശ്യം മാറ്റിയില്ലെങ്കിലും പോകും. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. സ്തോത്രം. ടൈം ഉണ്ടെങ്കിൽ ബ്ലഡ് മാറിയില്ലെങ്കിലും നീ നിൽക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിന്റെ ഹൃദയം എന്ത് ചെയ്യരുത്? എല്ലാവരും പറഞ്ഞേ, അടുത്തേക്ക് ഞാൻ കൈ കൊടുത്ത് പറഞ്ഞേ, ഹൃദയം കലങ്ങിപ്പോകല്ലെന്ന് പറഞ്ഞു. ആ കയ്യെ പിടിച്ച് കുലുക്കാനല്ല പറഞ്ഞ്, സ്തോത്രം പറഞ്ഞ് ചിരിക്കാനല്ല പറഞ്ഞ്. നീ പറ, നിന്റെ ഹൃദയം പറ കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുക. ഒന്ന് അധികാരത്തോട് പറഞ്ഞേ. നിങ്ങൾ ഇത്രയും പേര് വിശ്വാസം ഒന്ന് പൂർത്തീകരിച്ചാലുണ്ടല്ലോ നമ്മുടെ സഭകളിൽ ചലനമുണ്ടാവും. ഞാൻ വിശ്വസിക്കുക, ഉണർവുണ്ടാകുമെന്നേ. ഹല്ലേലൂയ. ഉണർവെന്ന് പറഞ്ഞാൽ നമ്മുടെ ധാരണ കുറച്ച് കൈയടിച്ച് അന്യഭാഷ പറഞ്ഞാൽ ഒന്നുമല്ല ഉണർവ്. ഞങ്ങളുടെ വെച്ചുച്ചിറയിലേ, ഞാൻ എൻ്റെ വീട് വെച്ചുച്ചിറയിൽ അപ്പം താമസിക്കുന്നവരാകുന്നില്ല. വെച്ചിറയിൽ 3 ഷാപ്പും 4 ഉപഷാപ്പും ഉൾപ്പെടെ 7 ഷാപ്പുണ്ടായിരുന്നു. 7 ഷാപ്പ് കൃത്യമായ കണക്കാണ്. 7 കയറി ഇറങ്ങുന്ന ആളായിരുന്നു. അതുകൊണ്ടാണ്. ഒരു സിനിമാ തിയേറ്റർ ഉണ്ടായിരുന്നു, ഒരു സ്വർണ്ണക്കട ഉണ്ടായിരുന്നു, പിന്നെ സ്ഥിരം കൊലക്കേസിലും കുത്തുകേസിലൊക്കെ പ്രതികളായ ആളുകളുണ്ടായിരുന്നു. 84-ന് ശേഷം 7 ഷാപ്പ് പൂട്ടി, 2 പട്ടക്കട പൂട്ടി, ഒരു ബ്രാൻഡ് ഷോപ്പ് പൂട്ടി, സ്വർണ്ണക്കടയും പൂട്ടി. അതാ ഉണർവ്. അല്ല കൈയടിച്ച് വെള്ളം വെക്കുന്നതല്ല. ഹലോ, മനസ്സിലായില്ല? ഉണർവെന്ന് പറഞ്ഞാൽ കൈയടിക്കുന്നതല്ലെന്ന്. അത് വേണം. ഉണർവെന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാധ്വനിയുടെ കൺവെൻഷൻ കഴിയുമ്പോൾ പട്ടണത്തിൽ ചിലതൊക്കെ അടയപ്പെടണം. ഹല്ലേലൂയ. ചില ഔട്ട്ലെറ്റൊക്കെ പൂട്ടണമെന്ന്, ചില കള്ളുകുടിയന്മാരകത്ത് വരണമെന്ന്, അവൻ രക്ഷയിലേക്ക് നടത്തപ്പെടണമെന്ന്. നിനക്കൊന്ന് വിശ്വസിച്ചേ നീ, അത് ദൈവം അങ്ങനെ ചെയ്യുമെന്ന്. ഹല്ലേലൂയ. വിശ്വാസമുള്ളവരെ കരമൊന്ന് ഉയർത്തി ദൈവത്തിന് മഹത്വപ്പെടുത്തിക്കേ. ഈ കൺവെൻഷൻ കഴിയുമ്പോൾ പിശാച് ആധിപത്യം പുലർത്തുന്ന ചില കുടുംബങ്ങളുടെ കെട്ടഴിഞ്ഞിട്ട് അവർ ആരാധനയ്ക്കായി വരണം. ഓ ഹല്ലേലൂയ. നമ്മുടെ സഭകളിൽ ശക്തമായ ദൈവകൃപ പടരപ്പെടണം. ആത്മാവിന്റെ തീ ജ്വാലയായി കത്തണം. 1-ാം നൂറ്റാണ്ടിലെ അനുഭവത്തിലേക്ക് സഭ മടങ്ങി വരണം. സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ച് ഈ ദിവസങ്ങളെ ഗ്രൂപ്പും വഴക്കും രാഷ്ട്രീയവും എല്ലാം ഒന്ന് മാറിയിട്ട്, കർത്താവേ ഞങ്ങളുടെ പട്ടണത്തിൽ ഒരു ഉണർവയക്കണമേ എന്ന് കൊതിക്കുന്നവരെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. നിന്റെ മിനിസ്ട്രിയിൽ ദൈവം ഒരു മാറ്റം വരുത്താൻ പോകുകയാ. നിന്റെ അഭിഷേകത്തിൽ ഒരു മാറ്റം വരുത്താൻ പോകുകയാ. ജോസഫ് പാസ്റ്ററെ, ദൈവദാസന്മാർക്ക് റിട്ടയർമെന്റ് ഇല്ല കേട്ടോ. ചർച്ചക്കോട് ചിലപ്പോൾ തരുമായിരിക്കും, മേടിക്കല്ല. ഒരുത്തന്നെ റിട്ടയർമെന്റ് മേടിക്കുന്നു. വേലയ്ക്ക് വിളിച്ച ചർച്ചക്കോടൊന്നും അല്ല. എന്താ മേടിക്കല്ല? റിട്ടയർമെന്റ്. ഞാനൊരു റിട്ടയർമെന്റ് എടുക്കത്തില്ല. ഇപ്പം 3 സഭയുടെ ചാർജാ. പിന്നെ ഇതിനൊക്കെ സമയം എപ്പോഴാണല്ലേ? എടാ, കൃപയെ നിൽക്കുകയാണെങ്കിൽ എല്ലാത്തിനും സമയമുണ്ട്. ഇത് മാന്തിക്കൊണ്ടിരിക്കുന്നതിന് സമയം കിട്ടത്തില്ല. എനിക്ക് കൃപയാ ലാപ്ടോപ്പും ഇല്ല. തന്നാലും ഉപയോഗിക്കാൻ മേടിച്ചു തരില്ല. തന്നാലും ഉപയോഗിക്കാൻ അറിയത്തില്ല. ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കാവുന്നേ ഉള്ളൂ. എന്നെ ഈ കൊണ്ട് ദേവദാസന് ഓർഗൻ തരുന്ന പോലെ ഉള്ളൂ ഈ പുള്ളി ലാപ്ടോപ്പ് മേടിച്ചത്. ഹലോ, എൻ്റെ കൂടെ ഉണ്ടോ? നീ ഇതിനകത്തൊരു സമയം ചിലവാക്കാതെ കർത്താവിനൊന്ന് വിശ്വസിച്ചേ. ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ. ഒന്ന് മുഴങ്കാലിരിക്കാൻ തുടങ്ങിക്കേ. ദേശത്തിന്, ഞാൻ ആത്മാവി ദൂത് പറയുക, ദേശത്തിൻ്റെ സ്ഥിതി മാറാൻ പോകുകയാണ്. എലമ്പള്ളി ദേശം മാത്രമല്ല, ഇതിൻ്റെ ഒരു 50 മൈൽ ചുറ്റളവിൽ ഉണർവിൻ്റെ കാറ്റടിക്കാൻ പോകുകയാ. ഈ കൺവെൻഷൻ കഴിയുമ്പോൾ വിശ്വസിക്കുന്നവർ മാത്രം ആത്മാവിലെ കരമൊന്നടിച്ച് പ്രതികരിച്ച് ഒരു വലിയ ആത്മീക ഉണർവ്. ആകെ ചെയ്യേണ്ടത് ദൈവത്തിൽ വിശ്വസിച്ചേ, ദൈവത്തിൽ വിശ്വസിച്ചേ.
ഓ റബല മനദരജാനഗരഗത വൈഡാരബലബ ശംദരേദരാജന. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒന്നിച്ച് ആത്മാവിൽ ജയമെടുക്കുകയാ. വിശ്വസിക്കുന്നവർ മാത്രം ആരാധിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീടൊരുക്കിയാൽ അവൻ വരും. ആ വീട്ടിൽ നമ്മളെ കൊണ്ടെത്തിക്കും. ഉറപ്പുള്ള എത്ര പേരുണ്ട്? നമ്മുടെ ഇവിടുത്തെ വീടൊന്നുമല്ല കേട്ടോ. ഇവിടെ ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രി പവർ കട്ടാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പ്രഖ്യാപിത പവർ കട്ടുമുണ്ട്, അപ്രഖ്യാപിത പവർ കട്ടുമുണ്ട്. പറയാതെ കറണ്ട് പോവുകയും വരുവേ. സ്തോത്രം. നമ്മളെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോവും, 5 മിനിറ്റ് കഴിയുമ്പോൾ കറണ്ട് വരും. അതെല്ലാം അപ്രഖ്യാപിത പവർ കട്ട്. പിന്നെ ചില ദിവസം രാവിലെ തൊട്ടില്ല, അവർ പറഞ്ഞ് ടച്ച് വെട്ടുവാന്ന്. സ്തോത്രം. ടച്ച് വെട്ടുമെന്നല്ല, അന്ന് മൊത്തം കറണ്ട് കളഞ്ഞേക്കും. പക്ഷേ പവർ കട്ടാന്ന് പറയുന്നത് പാർട്ടിക്ക് ഒരു നാണം കേട്. അതിന് ടച്ച് വെട്ടുമെന്ന് പറഞ്ഞാൽ ആർക്കും പരാതിയില്ലല്ലോ. ഹലോ, നമ്മൾ കൃപ വന്നേ പിന്നെ ഇതുവരെ ടച്ച് വെട്ടിയിട്ടില്ലല്ലോ. അതാണ് നമ്മുടെ കുഴപ്പം. എല്ലാം കൂടെ പടർന്ന് പന്തലിച്ചൊരു പരുവത്തിൽ നിൽക്കുകയല്ലേ. ഒരു സ്തോത്രം പറയണേ. ആണ്ടി ഒരിക്കലും ടച്ചൊക്കെ ഒന്ന് വെട്ടണം കേട്ടോ. ഒരു 21 വെച്ച് ടച്ച് വെട്ടണമെന്ന് സ്തോത്രം പറയുന്നില്ല. അപ്പോൾ ഞാൻ മടങ്ങി വരിക, നിങ്ങൾക്കൊരു മുഷു ഉണ്ടാക്കുന്നില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്വച്ഛ സ്ഫടിക തങ്ക നിർമ്മിതമായ ഒരു തിരുവീതി. ഇവിടെ എന്തോ പഴയ റോഡിൻ്റെ 2 സൈഡിൽ വെള്ളവരി ഇട്ടും വെച്ച് നാഷണൽ ഹൈവേ എന്ന് പറയുന്ന നാടാണ് നമ്മുടെ. പണ്ടുണ്ടായിരുന്ന റോഡിൻ്റെ 2 സൈഡിൽ എന്ത് ചെയ്തു? കുമ്മായം കൊണ്ട് 2 വരയിട്ടപ്പോൾ റോഡെന്തായി? അതൊന്നും അല്ല കർത്താവ് പണിയുന്ന വീടിൻ്റെ. സ്തോത്രം. പിന്നെ തങ്ക തെരുവീതിയല്ലേ, തങ്ക തെരുവീതിയല്ലേ. 12 മുത്തുകളതെ പതിച്ചേക്കുകയല്ലയോ, 12 വിധ രത്നങ്ങളതെ പതിച്ചേക്കുകയല്ലയോ. അവിടെ സൂര്യൻ വേണ്ട, പവർ കട്ടില്ലേ, യേശു അല്ലേ എൻ്റെ വെളിച്ചം. അവനിങ്ങനെ കത്തി നിൽക്കുകയല്ലേ. 1000 സൂര്യൻ ഒരുമിച്ച് കത്തുന്ന പോലെ കർത്താവ് ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുകയല്ലേ. ആ വീട് ഒരുങ്ങിയ ഞാൻ തിരിച്ചു വരുമെന്ന്, നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. യേശു വരാൻ പോകുക കേട്ടോ. 1200 മൈൽ നീളം, 1200 മൈൽ വീതി, 1200 ഉയരമുള്ള, 1200 നിലകളുള്ള ഒരു വലിയ മനോഹരമായ സൗധം മണവാട്ടിക്ക് വേണ്ടി ഒരുക്കുകയാ. യേശു പറഞ്ഞ, ഹൃദയം കലങ്ങരുത്, നീ എന്നിൽ വിശ്വസിക്കണം. ഞാൻ വീട് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്. പിന്നെ നിത്യം ആരെ കണ്ടുകൊണ്ടിരിക്കുക? ഇപ്പൊ കണ്ണാടിയിൽ കളമൊഴിയായി കാണുക, എന്നാൽ അന്ന് മുഖാമുഖമായി കാണും. ഒരു സ്തോത്രം പറഞ്ഞേ. പ്രിയന്റെ മുഖം കണ്ട് ആരാധിക്കുന്ന ഉറപ്പുള്ളവര് നല്ലൊരു സ്തോത്രം പറഞ്ഞേ. നിന്റെ പ്രത്യാശ ഈ രാത്രി വർദ്ധിക്കണം. ദൈവമക്കൾക്ക് നിരാശ വരല്ലേ, ഹൃദയം കലങ്ങരുത്, ഹൃദയം ഉറച്ചിരിക്കണം. നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തി എൻ്റെ വാക്കുകൾ നിർത്തുമ്പോൾ ഒരു നിമിഷം, മറ്റാരേക്കാൾ ഈ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്ന ഉറപ്പുള്ള എത്ര പേരുണ്ട്? പൗലോസ് പറഞ്ഞൊരു വാക്യം പറഞ്ഞ് നിർത്തുകയാണ്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ കാക്കാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുകയാണ്. ഇതിനകത്ത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം ദൈവസന്നിധാനം ഒന്ന് എഴുന്നേക്കാം. മക്കളെ, നമുക്കൊരു പാട്ട് പാടി ആരാധിക്കണം. ഞാൻ 5 മിനിറ്റ് എടുത്ത് നമ്മുടെ പാട്ട് കുറയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്നൂടല്ല ഉള്ളൂ, നാളെ ഇവിടെ പാടാൻ നോക്കിയാൽ സ്റ്റേജില്ല. അപ്പോൾ ഇന്ന് നമുക്ക് പാടണം. ഈ ആവി പിടിച്ച് വീട്ടിലോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നും ഒരല്ലേ പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് എഴുന്നേറ്റ് എല്ലാവരും. ആ മനസ്സൊന്ന് ഏകാഗ്രമാക്കിക്കേ. കർത്താവിൽ നിന്ന് പ്രത്യാശയുള്ളവരായിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കരം 2 ഒരു നിമിഷം ഒന്ന് ഉയർത്തിപ്പിടിച്ചു. 2 കരങ്ങളും. നല്ല കർത്താവേ, അങ്ങ് തന്നു, അടിയങ്ങള് ജനത്തിന് കൈമാറി. വചനം സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമാണ്. അയച്ചവന്റെ കാര്യം സാധിച്ചു മടങ്ങിപ്പോകുന്ന ആ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഈ ജനത്തിന്റെ മേൽ, ഈ ലൈവിൽ കാണുന്നവരുടെ മേൽ, ഈ ദേശത്തിന്മേൽ, പരിസര ഭവനങ്ങളുടെ മേൽ, ഓ ഗദയോൻ വിരിച്ച തോലിൽ മഞ്ഞ് പെയ്തതുപോലെ, പിറ്റേ ദിവസം പരിസരം മൊത്തം മഞ്ഞ് പെയ്തതുപോലെ ഈ രാത്രി കൃപയുടെ ഒരു പെയ്ത്ത്
അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്തിറങ്ങുന്ന മഞ്ഞ് പോലെ ഈ ദേശത്തിന്മേൽ ആ കൃപയുടെ ഒരു പകർച്ച വ്യാപരിക്കട്ടെ. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. രോഗങ്ങൾ, ക്ഷീണങ്ങൾ, ശാപങ്ങൾ, പോരുകൾ എല്ലാം അഴിഞ്ഞു രാത്രി അങ്ങയുടെ ജനം ആത്മാവിൽ ശക്തിയുള്ളവരായി മാറട്ടെ.